أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبنا الله حسبنا الله حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الكيس من دان نفسه وعمل لما بعد الموت. صدق رسوله المصطفى الأمين صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا غافر العاصين كلي أوفرا يا أكرم الثقلين يا كنز الورى جدلي بجودك أرضني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي أمدي على شددي مشيدي سددي علدي بلا عدد كن آخذا بيدي خواجة معين الدين. لي خمسة نطفي بها هرو الوباء الحاتمة المصطفى والمرتضى وابناهما والفاطمة. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, സാദാത്യങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പണ്ഡിത പ്രമുഖരെ, ഈ സരസിൽ വന്ന കർമ്മോത്സുകരായ ദീനി ഖാദിമീങ്ങളെ, പ്രവർത്തകരെ, മുതഅല്ലിമീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുന്നു. സമയമേറെ വൈകിയതുകൊണ്ടാണ് ഓരോ വ്യക്തികളെയും പ്രത്യേകിച്ചെടുത്തു പരാമർശിക്കാത്തത് എന്ന് മനസ്സിലാക്കി പൊരുത്തം തരണമെന്ന അഭ്യർത്ഥനയോടെയാണ് പൊട്ടച്ചിറ ബീവി ഉമ്മായുടെയും ബിരാനൗലിയുടെയും ആണ്ടും അൽഹംദുലില്ലാ മാലാഖമാരുടെ ചിറകടി ശബ്ദം ഉയരുമ്പോൾ മനോഹരമായ അൻവരിയ അറബി കോളേജിന്റെ പെരുമാറിൽ നിന്ന് സമുദായത്തെ സമുദ്ധരിക്കുന്നതിനു വേണ്ടി അറിവിന്റെ അഴകുള്ള അതപുള്ള വഴി തെരഞ്ഞെടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്നും സനദ് വാങ്ങിയ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോടൊപ്പമുള്ള ഈ സായാഹ്നത്തെ സംഗമത്തെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എം.ഡി ഉസ്താദ് ഇവിടെ പ്രഭാഷണം നടത്തിയ ഏറ്റവും വിലപ്പെട്ട ഇൽമിന്റെ ധ്വനികൾ നമ്മുടെ മനോമുഖരത്തിൽ അല്ലാഹു ഉറപ്പിച്ചു തരുമാറാകട്ടെ. അവിടുന്ന് പറഞ്ഞ ഉപദേശ നിർദ്ദേശങ്ങൾ പോലെ തന്നെ അവരെ പോലുള്ള മഹാരഥന്മാർ വരച്ചു കാണിച്ച ആ വഴിയിലൂടെ തന്നെ പതറാതെ ആവേശത്തോടുകൂടി യാത്ര ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു സാധുക്കളായ വിദ്യാർത്ഥികളായ നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മടങ്ങാം നമുക്ക് തറവാട്ടിലേക്ക് എന്ന വിഷയത്തിന്റെ തുടർഭാഗമാണെന്ന് ചർച്ച ചെയ്യേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ സുഖലോലുപ സ്വർഗ സുന്ദര മനോഹരമായ ഖബർ ജീവിതം അല്ലാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടങ്ങേറില്ലാത്ത, സങ്കടമില്ലാത്ത, കണ്ണീരില്ലാത്ത, പ്രയാസമില്ലാത്ത ഒരു ആനന്ദ തന്തുരിതമായ ജീവിതം ഈ മജ്ലിസിന്റെ പോരിശ കൊണ്ട് അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മഹാനുഭാവനാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഈജിപ്തിന്റെ മനോഹരമായ മണ്ണിലേക്ക് ബഹുമാനപ്പെട്ടവര് കടന്നു വരുമ്പോ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ആദർശ വിശുദ്ധിയുടെ ഏറ്റവും വലിയ രാജകുമാരനായി ജീവിതം കാഴ്ചവെച്ച മഹാനുഭാവനായിരുന്നു. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ തന്റെ സ്വന്തം ശരീരത്തെ തന്നെ ഇസ്ലാമിന് വേണ്ടി ശത്രുക്കളുടെ ദാഹം തീർക്കാൻ സമർപ്പിക്കാൻ ഒരുങ്ങിയപ്പോ ആയിരക്കണക്കിന് ജനങ്ങൾ ഇസ്ലാമിന്റെ സൗന്ദര്യ തീരത്തിലേക്ക് കടന്നു വന്നു എന്ന് ആ മഹാനുഭാവന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പാതിരാവിന്റെ യാമങ്ങളിൽ ഇബാദത്തിന്റെ മാധുര്യം കൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പറന്നുപോയ മഹാനുഭാവന്മാരിൽ പ്രധാനിയാണ്. അറിവുകൊണ്ട്, അതവുകൊണ്ട് ഇസ്ലാമിക പ്രവർത്തന പ്രബോധന മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന താരകമായിരുന്നു മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു. ആ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട സമയം തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളെല്ലാം അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ മഹത്തായ വിരിപ്പിന്റെ നാലു ഭാഗത്തും വട്ടം കൂടിയിരിക്കുകയാണ്. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു അവസാന സമയത്ത് എന്താണോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതെന്നറിയാനും അത് പഠിക്കാനും അത് ജനങ്ങൾക്ക് പ്രചരിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കാനും കാതോർത്തുകൊണ്ട് പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ പഠിച്ചുകൂടുമ്പോ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഏത് രീതിയിലാണ് ഒരു മുഅ്മിനായി മരണപ്പെടുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമുക്ക് ഒരുക്കി തന്ന ബഹുമാനപ്പെട്ടവരുടെ വിയോഗത്തിന്റെ രംഗമറിയാൻ ആവേശത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട തന്റെ അനുയായികളോട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് നിങ്ങളോട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വസിയത്തുകളാണ് തരാനുള്ളത്. എന്റെ മരണത്തിന് ശേഷം നിങ്ങൾ നടപ്പാക്കാനുള്ള, എന്റെ മരണത്തിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വസിയത്തുകളാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ളതെന്ന് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ. എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്നു. അല്ലാഹുവേ, പടച്ചവനെ, നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന് ഞങ്ങളോട് പറയാനുള്ളത് എന്താ? ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ പ്രാവർത്തികമാക്കും, ഞങ്ങൾ ചെയ്യാൻ വേണ്ടി വസിയത്തായി മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് ഞങ്ങളോട് പറയാനുള്ളത് എന്താ? ആവേശത്തോടെ പ്രിയപ്പെട്ടവർ കാത്തിരിക്കുമ്പോ ഒന്നാമത് ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞാൻ രാത്രിയാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ വെപ്രാളപ്പെട്ട് രാത്രി തന്നെ കൊണ്ടുവന്ന് കബറടക്കരുത്. പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, പ്രിയപ്പെട്ടവരെ,
എപ്പം മരണപ്പെട്ടാലും വൈകാതെ, കാലം അധികരിക്കാതെ, സമയം ഒരുപാട് എടുക്കാതെ എത്രയും പെട്ടെന്ന് 6 അടി മണ്ണിന്റെ ഗാരമാകുന്ന ഗർത്തത്തിലേക്ക് മയ്യത്തുകളെ കൊണ്ടടക്കണമെന്ന് പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടുന്ന് രാത്രി മരണപ്പെട്ട് കഴിഞ്ഞാൽ രാത്രി തന്നെ അടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോ അത് വേണ്ട എന്ന് പറയാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, രാത്രിയാണ് നിങ്ങൾ എന്നെ കബറടക്കാൻ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിഞ്ഞ മയ്യത്ത് കട്ടിലെടുത്ത് വെച്ചുകൊണ്ട് എന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോ രാത്രിയായതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അന്നിതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല, അന്നിതുപോലെ കറണ്ടിന്റെ വലിയ ഉപകരണങ്ങളൊന്നുമില്ല. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് സാധാരണ മയ്യത്തുകളെ പള്ളിപ്പറമ്പിലേക്ക്, ശ്മശാനങ്ങളിലേക്ക്, കബറങ്ങളിലേക്ക് രാത്രിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ കുറെ ജനങ്ങൾ ഇങ്ങനെ ചൂട്ട് കത്തിച്ചു പിടിച്ച്, തീ കത്തിച്ചു പിടിച്ച് കുറെ ജനങ്ങൾ ഇങ്ങനെ മയ്യത്തിന്റെ മുമ്പിലും പുറകിലുമായിട്ട് ഇങ്ങനെ നടന്നു പോകലുണ്ട്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കളെ, അല്ലാഹുവിന്റെ പൊരുത്തം തേടിയിട്ട് ജീവിച്ചവനാണ് ഞാൻ, അല്ലാഹുവിന്റെ തൃപ്തി തേടിയിട്ട് ജീവിച്ചവനാണ് ഞാൻ. എന്റെ ജീവിതത്തിന്റെ രാവും പകലും നിങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്നതിന് ശേഷവും പാതിരാത്രി നിങ്ങളൊക്കെ സുഖലോലുപരായി കിടന്നുറങ്ങുമ്പോഴും ഈ പാവപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരന്നുകൊണ്ട് ദ്വാരന്നിരുന്നതല്ല, പാവപ്പെട്ടവനെ കൊണ്ടുവെക്കുന്ന കബർ, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത കബർ, ആ കബറിന്റെ അകത്ത് നീ തീ കൊണ്ട് നിറയ്ക്കരുത് അല്ലാ എന്നാണ് ഞാൻ കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തിരുന്നത്. അതുകൊണ്ട് മക്കളെ, രാത്രി മരിച്ചാൽ നിങ്ങൾ എന്റെ മയ്യത്ത് പെട്ടെന്ന് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോ ആ വഴി വ്യക്തമാകുന്നതിന് വേണ്ടി, ഖബർ വ്യക്തമാകുന്നതിന് വേണ്ടി, മയ്യത്ത് എളുപ്പത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി കുറെ തീയും പൊടിയുമൊക്കെ ആയിട്ട് എന്റെ മുന്നിലും പിന്നിലുമായിട്ട് കടന്നു വരുമ്പോ എനിക്കത് വല്ലാത്ത പേടിയാണ് മക്കളെ, എനിക്കത് വല്ലാത്ത ഭയമാണ് മക്കളെ. കാരണം ഞാൻ ആ സമയത്ത് തീയെ ഇഷ്ടപ്പെടുന്നില്ല. മാലാഖമാര് വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന സുഖലോലുപ സുന്ദര സ്വർഗീയമായ ആനന്ദമാണ് എന്റെ 6 അടി മണ്ണിന്റെ അകത്ത് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ. എനിക്ക് പേടിയാ മക്കളെ, രാത്രിയാ മരണപ്പെടുന്നതെങ്കിൽ നിങ്ങൾ തീ കത്തിച്ചുകൊണ്ട് എന്റെ മയ്യത്ത് കൊണ്ടുപോവല്ലേ. സൂര്യോദയം വരെ എന്റെ മയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ കാത്തിരിക്കണം. കാരണം ദുനിയാവിന്റെ തീയാണെങ്കിൽ പോലും എന്റെ മയ്യത്തിന്റെ മുമ്പിലും പുറകിലും കൊണ്ടുവരുന്നതിന് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു എന്ന് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഉപദേശം എന്തെന്ന് ചോദിക്കുമ്പോ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങുകയാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ ഇവർ? ഇസ്ലാമിന്റെ ചരിത്രത്താളുകളിൽ ഏറ്റവും വലിയ പ്രതിധ്വനി മുഴക്കിയ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ പരമോന്നതയുടെ പരമോന്നതമായ ആ പദവികളിലേക്ക് പറന്നുപോയ മഹാന്മാക്കളാണ്. അവരെന്തിനാണ് കരയുന്നത്? അവരെന്തിനാണ് ഭയപ്പെടുന്നത്? അവരെന്തിനാണ് ത്യാഗം ചെയ്യുന്നത്? അവരെന്തിനാണ് മരണമാസന്നമായ സമയത്ത് ഇങ്ങനെ നിലവിളിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ചണ്ടികളെ പോലെ വിവരക്കേടിന്റെ പടുംകുടിയിൽ വീണിരിക്കുന്ന പാവപ്പെട്ട ഞാനും നിങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരമോന്നതിക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാ. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങുകയാ. ശിഷ്യഗണങ്ങൾ ചോദിക്കുന്നു, ഉസ്താദ് എന്തിനാണ് ഇവിടെ നിന്ന് കരയുന്നത്? അവിടത്തേക്ക് പറഞ്ഞാ പോരെ? രണ്ടാമത്തെ കാര്യം എന്തെന്ന് ഞങ്ങളോടൊന്ന് ഉണർത്തിയാ പോരെ? മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോ എന്റെ മയ്യത്ത് ഖബറിന്റെ അകത്തേക്ക് വെക്കുമ്പോ മണ്ണിൽ നിന്ന് പടച്ച നിങ്ങളെ മണ്ണിലേക്ക് മടക്കി എന്ന് ഖുർആനിന്റെ ആയത്തോടെ മണ്ണ് വാരിയിട്ടിട്ട് നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകുമ്പോ കുറച്ച് ആളുകളെങ്കിലും കുറെ നേരം എന്റെ ഖബറിന്റെ മുകൾ ഭാഗത്ത് നിൽക്കണം മക്കളെ. കുറെ ആളുകളെങ്കിലും എന്റെ ഖബറിന്റെ ഭാഗത്ത് കുറെ സമയം നിങ്ങൾ നിൽക്കണമെന്ന് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു കൊടുക്കുകയാ. എന്തിനാണ് ഉസ്താദ് എന്ന് ചോദിക്കുമ്പോ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ചെറിയ ഒരു സമാധാനത്തിന്, ഒരു ചെറിയ സന്തോഷത്തിനാണ്, അല്ലാതെ അതുകൊണ്ട് വേറെന്തെങ്കിലും നേടാനല്ല, ചെറിയ ഒരു സമാധാനത്തിനാണ്. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിന്റെ നിഖില മേഖലകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൂർണ്ണമായ പൊരുത്തത്തിന് വേണ്ടി രാവും പകലും ചെലവഴിച്ച മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പോലും ആശങ്കയുടെ നിഴൽ വീണിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതെങ്കിൽ അല്ലാഹു
റബ്ബുൽ ഇസ്സത്തിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോകാൻ വേണ്ടി ജീവിതത്തിന്റെ സുഖരസങ്ങളെ മുഴുവനും അല്ലാഹു പടച്ചതമ്പുരാന് വേണ്ടി മാറ്റിവെച്ചിട്ടാണ് അവരെ ജീവിച്ചതെങ്കിൽ അല്ലാഹുവേ പൊട്ടച്ചറ അൻവരിയാർ കോളേജിന്റെ വിരിമാറിൽ രണ്ടാമത്തെ ദിവസവും വന്നിരുന്നു കൊണ്ട് ഞങ്ങളെ പടയ്ക്കാനെടുത്ത മണ്ണെവിടുന്നാണെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഏത് മണ്ണിലാണ് ഞങ്ങളെ കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്നതെന്നറിയില്ല. ഏത് മണ്ണിന്റെ കബർസ്ഥാനിന്റെ ഉള്ളറയിലാണ് മക്കൾ മണ്ണ് വാരിയിട്ടിട്ട് പിരിഞ്ഞു പോകുന്നതെന്നറിയില്ല. ആ കബറിന്റെ അത്യത്ഭുതകരമായ പ്രധാനപ്പെട്ട അത്ഭുതകരമായ അതിശയോക്തി നിറഞ്ഞ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി പറയാറുള്ളത് ഏതാ? മലക്കാനി അർസസ്റാഖാനി അസ്വാദാനി ശഅറുമാ യസ്ഹബു റിജ്ലാനി. അല്ലാഹുവേ, ഭയാനകരമായ രൂപഭാവങ്ങളുള്ള കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന വലിയ തേറ്റകളെ കൊണ്ട് കബറിന്റെ മണ്ണ് കടിച്ചളക്കിയിട്ട് അകത്തേക്ക് കടന്നു വരുന്ന വലിയ തേറ്റകളെ കൊണ്ട് കബറിന്റെ മണ്ണ് മാന്തി പിളർന്നിട്ട് കടിച്ചു കീറിയിട്ട് അകത്തേക്ക് കടന്നു വരുന്ന ഭയാനകരമായ രൂപമുണ്ട്. എന്റെ പൊന്നുമോള്, മുൻകറെന്ന് പറഞ്ഞാൽ നക്കീറെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ജീവിതത്തിൽ ഇന്ന് വരെ മനുഷ്യനുമാരെ ബന്ധമില്ലാത്തവരാണ്, അവരെ പരിചയമില്ല, ഒരു പരിചയവും അവരുമായിട്ടില്ല, അവരെ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. ഇന്ന് വരെ മനുഷ്യന്റെ പരിചയമുള്ള ഒരു സ്വഭാവ രൂപഭാവത്തിലല്ല അവര് കബറിന്റെ കത്തളത്തിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവിടെ ശബ്ദമുണ്ടല്ലോ ഇടിമിന്നലിന്റെ മുഴക്കമാണ്, അവിടെ ശബ്ദമുണ്ടല്ലോ ഇടിമിന്നലിന്റെ മുഴക്കമാണ്. എന്റെ പൊട്ടച്ചിറയിൽ വന്ന പെങ്ങളെ, പൊട്ടച്ചിറയുടെ പരിസരത്ത് നിങ്ങൾ ഭവനത്തിന്റെ അകത്ത് കഴിയുമ്പോ, എന്റെ ശൈത്യകാലത്ത് മഴ പെയ്തിറങ്ങുമ്പോ ഇടിയും മുഴക്കവും ഉടഞ്ഞു തുള്ളുമ്പോ, ഒരു ഇടി മുഴങ്ങുമ്പോ പ്രിയപ്പെട്ട മക്കളെ മാറോട് ചേർത്ത് വെച്ചിട്ട് മക്കളെ പുറത്തിറങ്ങല്ലേ എന്ന് പറയുന്ന ഭൗതിക ലോകത്തിന്റെ ഇടിമുഴക്കത്തിന്റെ മഹാശബ്ദമാണ് ആ മുൻകറിന് കീറിനും നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർ ശ്വാസം വിടുന്നത് കൊടുങ്കാറ്റ് പോലെ എന്ന നബി മുഹമ്മദ് മുസ്തഫ, അവർ ശ്വാസോച്ഛ്വാസം നടത്തുന്നത് കൊടുങ്കാറ്റ് പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അവരോടാണ് മറുപടി പറയേണ്ടത്, അവരെ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. കഴിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്തോഷത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് പടച്ചവരോട് ദുആറുന്നു. മക്കളില്ലാത്ത കബർ, ഉമ്മയില്ലാത്ത കബർ, വാപ്പയില്ലാത്ത കബർ, കൂട്ടുകാരും കൂട്ടാളികളും സഹായികളും സഹചാരികളും സഹപാഠികളും സഹയാത്രികരും ആരോരുമില്ലാത്ത കബറിന്റെ അകാരമായ ഗർത്തത്തിന്റെ അകത്ത് ആ ഭയാനകരമായ ഇടിമുഴക്കമുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ അത്ര ഈമാനുള്ളവർക്കല്ലാതെ കഴിയില്ല മുഅ്മിനീങ്ങളെ. അത്ര ചങ്കിനകത്ത് പടച്ചതമ്പുരാന് സ്ഥാനം കൊടുത്തവർക്കല്ലാതെ കഴിയില്ല. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോ ഹൃദയങ്ങൾ കിടുകിടാ വിറയ്ക്കുന്നവരാണ്, അവരാണ് യഥാർത്ഥ വിശ്വാസികളും. പൊട്ടച്ചിറ എത്രയോ വർഷത്തെ സന്നിധാനം നടന്നിട്ട് നമ്മുടെ ഹൃദയമൊന്ന് വിറച്ചിട്ടുണ്ടോ? നമ്മുടെ ഹൃദയമൊന്ന് വിറച്ചിട്ടുണ്ടോ? തസ്ബീഹ്മാല കയ്യിൽ വെച്ചുകൊണ്ട് ഹൃദയം വിറച്ച് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ ബീവിയുമ്മയാണ്. ആ ബീവിയുമ്മയാണ് അവിടെ കിടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ ഹൃദയം വിറച്ചിരുന്ന ലോകത്തെ ഇൽമിന്റെ പ്രകാശമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ശംസുൽ ഉലമ എന്ന മഹാനുഭാവന്റെ പ്രഭയിലൂടെയാണ് ഈ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ എന്നെയും നിങ്ങളെയും കൈപിടിച്ചുയർത്തുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അഗാധമായ ഗർത്തത്തിന്റെ പിടിമുഴക്കത്തിന്റെ ശബ്ദഘോരവും മുടക്കിയിട്ട് മുൻകറിന് കീറ് മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ കേവലം ഒരു ജഡങ്ങളായി ഖബറിന്റെ അകത്ത് വന്നു ചേർന്ന് മണ്ണിനോട് ചേർന്ന് ചിതലും പുഴുക്കളും അങ്ങോട്ട് അരിച്ചെടുക്കുന്ന ഒരു ശരീരമായിട്ടാണ് നിങ്ങൾ ഖബറിന്റെ അകത്ത് അവശേഷിക്കുന്നതെന്ന ചിന്ത വേണ്ട എന്റെ പെങ്ങളെ. അങ്ങനെ ഒരു ചിന്ത വേണ്ട. കാരണം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ യഹ്യൽ മയ്യിത്ത് മിന സുദരി, നെഞ്ചിന്റെ ഭാഗത്തിരുന്ന് മനുഷ്യൻ ഇങ്ങനെ ഉണരുമെന്നാണ്. അല്ലാഹുവേ, ആ ഖബറിന്റെ പടുംകുഴിക്കകത്തിരുന്നു കൊണ്ട് മനുഷ്യൻ കണ്ണു തുറക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. യസ്മഉ വ യൻളുറു, അവൻ കേൾക്കുന്നതാണ്, അവൻ കാണുന്നതാണ്. ആ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഖബറിന്റെ അകത്ത് വന്നുകൊണ്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് അവന്റെ നെഞ്ചിൽ നിന്ന് ശ്വാസം ഇങ്ങനെ പുറത്തു വന്നിട്ട് അല്ലാഹുവേ, അവൻ കണ്ണു തുറന്നുകൊണ്ട് ആ ഭയാനകരമായ രൂപം കാണുന്നതാണ്. അവന്റെ കാലുകൊണ്ട് ആ മാലാഖമാരുടെ ഇടിമുഴക്കത്തിന്റെ ശബ്ദം ഇങ്ങനെ മുഖരിതമായ അന്തരീക്ഷത്തിന് അവന് സാക്ഷിയാകുന്നതാണ്. റബ്ബേ, അവിടെയാണ് നിന്നോട് ചോദിക്കുന്നത്. നമസ്കാരം നഷ്ടപ്പെടുത്തി നടക്കുന്ന, അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് ദുനിയാവിന്റെ കളിയാട്ടം പിടിക്കുന്ന, അല്ലാഹു തന്ന സുഖരസങ്ങളെ കൊണ്ട് ഭൗതിക ലോകത്തിന്റെ, അല്ലാഹു തന്ന ആരോഗ്യം കൊണ്ട് ഭൗതിക ലോകത്തിന്റെ ആഡംബരത്തിന്റെ പടുംകുടിയിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന ഈ ഉമ്മത്തിനോടാണ് മലക്കുകൾ ചോദിക്കുന്നത്. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്, നിന്റെ റബ്ബാരാണ്? അയ്യാല സ്വലാ, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരൂ എന്ന് വിളിച്ചു പറയുമ്പോ സ്വന്തം കടയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, കൂട്ടുകാരന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് അനാവശ്യമായ അനാശാസ്യങ്ങളുടെ വർത്തമാനത്തിൽ ഏർപ്പെടുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വന്തം ഭവനത്തിന്റെ അകത്ത് അനിസ്ലാമികമായ ചിന്തകളും പ്രവർത്തനങ്ങളുമായി നെറ്റങ്ങോട്ട് ഓണാക്കിയിട്ടൊരു വിരൽ തുമ്പുകൊണ്ട് മറിച്ചു 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 മറിച്ച് ഹറാമിയത്തിന്റെ കൂത്തരങ്കുകളിലേക്ക് കാലെടുത്തു വെക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ, നിന്റെ റബ്ബാരാന്ന് ചോദിക്കുമ്പോ എന്താ മറുപടി കൊടുക്കുക? അല്ലാഹു തന്നത് മുഴുവനും വാങ്ങിവെക്കാറില്ലാറ്, അല്ലാഹു തന്ന സുഖം മുഴുവനും അനുഭവിക്കാറില്ലാറ്, അല്ലാഹു തന്ന രസം മുഴുവനും ആസ്വദിക്കാറില്ലാറ്. ഇതെനിക്ക് എന്റെ പടച്ചവൻ തന്ന പരീക്ഷണമാണെന്ന് ഓർക്കാനുള്ള സമയം കിട്ടിയില്ലല്ലോ. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയാ, ഈ ഭൗതിക ലോകത്തിന്റെ അനുഗ്രഹമായിട്ട്, ആഡംബരമായിട്ട്, ആനന്ദമായിട്ട് അല്ലാഹു തന്നിരിക്കുന്ന വിഭവങ്ങളെ ദുനിയാവ് ശാശ്വതമാണെന്ന് കരുതി അതിന്റെ പിന്നാലെ നാവ് നീട്ടി ഓടിയവരെ, അതിന്റെ പിന്നാലെ ഓടിയവരെ, വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, അതിന് പിടികൊടുക്കാതെ തഹജ്ജുദിന് എഴുന്നേറ്റ, അതിന് പിടികൊടുക്കാതെ ഇബാദത്ത് ചെയ്ത, അതിന് പിടികൊടുക്കാതെ ഖുർആൻ ഓതിയ, അതിന് പിടികൊടുക്കാതെ പാതിരാവിന്റെ യാമങ്ങളിൽ പൊട്ടിക്കരന്നുകൊണ്ട് കരമുയർത്തിയ, അതിന് പിടികൊടുക്കാതെ അല്ലാഹു തന്ന സമ്പത്തിന് അർഹതപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്ത യഥാർത്ഥ മുഅ്മിനീങ്ങളില്ലേ, അവർ ഖബറിന്റെ അകത്ത് പറയും, അല്ലാഹു റബ്ബി, എന്റെ റബ്ബല്ലാഹുവാണ്. നമ്മളെന്ത് പറയും സഹോദരാ? നമ്മളെന്ത് പറയും ചെറുപ്പക്കാരാ? മുത്തനബി ആരാണ് ചോദിക്കുമ്പോ, നിന്റെ ഇമാമ ഏതാണെന്ന് ചോദിക്കുമ്പോ, അല്ലാഹുവേ പടച്ചവരെ, 2 വർഷം തികഞ്ഞിട്ടില്ല പൊട്ടച്ചിറയിലെ ഹിഫ്ളുൽ ഖുർആൻ കോളേജ്, 13 മക്കളാണ് ഹാഫിളായിരിക്കുന്നത്, 13 മക്കളാണ് ഹാഫിളായിരിക്കുന്നത്. ബീവിയുമ്മാടെ ജീവിതത്തിന്റെ വലിയ ആഗ്രഹമേ, ബീവിയുമ്മാടെ ജീവിതത്തിന്റെ വലിയ മോഹമേ, അത് നടത്തിക്കൊടുത്തവർക്ക് അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ അല്ലാ, അത് നടത്തിക്കൊടുക്കാൻ പരിശ്രമിച്ചവർക്ക് നിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാ, അത് നടത്തിക്കൊടുത്തവർക്ക് ഖബറിന്റെ അകാരമായ ഗർത്തത്തിന്റെ അകത്ത് വമാ ഇമാമുക, നിന്റെ ഇമാമാരെന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കുമ്പോ അല്ലാഹുവേ വൽ ഖുർആനു ഇമാമി എന്ന് പറയാനുള്ള മഹാഭാഗ്യം കൊടുക്കണേ അല്ലാ. എന്നാൽ ഈ ചോദ്യം ചോദിക്കുന്ന മലക്കുകളോട് തിരിച്ചു ചോദിക്കുന്നതാരാ? അള്ളാഹു പഠിക്കാനുള്ള തൗഫീക്ക് നമുക്ക് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും ആ ഖബറിന്റെ ഭയാനകരമായ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന നിയ്യത്തോടു കൂടിയായിരിക്കട്ടെ ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പറയും, തുടങ്ങുമ്പോൾ തന്നെ ഉസ്താദ് പൈസ പിടിക്കണം എന്ന് പറഞ്ഞാൽ വാത് പറയാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ് ആദ്യമേ പൈസ പിടി. ഇതങ്ങ് നടന്നു പോകും, സൈഡിൽ കൂടെ ഇതങ്ങ് നടന്നു പോകും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ബക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഖബറിന്റെ ഭയാനകരമായ അന്തരീക്ഷങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഇതൊരു അഭിനയമല്ല, കാരണം ഇതൊരു വലിയ പ്രതീക്ഷയാണ്. ഈ സദസ്സൊക്കെ വലിയ പ്രതീക്ഷയാണ്.
ഒരു വാക്ക് മറന്നുപോയിട്ട് പെട്ടെന്ന് എം ഡി ഉസ്താദ് വന്ന് നിങ്ങളോട് സംസാരിച്ച് കേട്ടില്ലേ? ഇപ്പോൾ ഞാൻ അതിൽ തങ്ങൾ എം ഡി ഉസ്താദ് ഞാനൊക്കെ വൈകുന്നേരം ഒരു പള്ളി ഉദ്ഘാടനത്തിനുണ്ടായിരുന്നു. അവിടെയും പ്രസംഗം കഴിഞ്ഞ് വേഗം മാരിബിനൊരു മജ്ലിസുന്നൂറിൻ്റെ സദസ്സുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവിടെയൊക്കെ ഈ ഉസ്താദുമാർ ഈ തങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എം ഡി ഉസ്താദ് പെട്ടെന്ന് മാറിയിട്ട് പറഞ്ഞ് നിങ്ങൾ ഓർത്തു, ഈ വിശാലമായ സദസ്സിലുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഹബീബ് എന്നാണ് പറഞ്ഞത് കൊട്ടുമല ഉസ്താദിനെ കുറിച്ച്. അവിടെയൊക്കെ കബറിലേക്ക് ഈ സദസ്സിൻ്റെ പ്രതിഫലം അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഈ സദസ്സിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് മറക്കാതെ ആ ഫാത്തിഹ ഒരു സമ്മാനമായിട്ട് അവരെ കബറിലേക്ക് കൊണ്ടുപോയാൽ നിയ്യത്ത് ചെയ്യാൻ വേണ്ടി ആഗ്രഹം കാണിച്ചതെങ്കിൽ ഈ സദസ്സ് നമുക്കും ഒരു പ്രതീക്ഷ തന്നെയാണ്. ഈ സദസ്സ് നമുക്കും ഒരു ആഗ്രഹം തന്നെയാണ്. അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ചവനെ, സ്വതക്ക ചെയ്യുന്നവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇന്നലെ എല്ലാ സ്ഥലത്തും ബക്കറ്റ് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവേ, ഈ ബക്കറ്റിലേക്ക് സ്വതക്കയിടുന്നവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവർ ഈ ലോകത്തിരുന്ന് വിട പറയുമ്പോൾ അവരുടെ ഖബർ ഇൽമിന്റെ പ്രഭ കൊണ്ട്, പ്രകാശം കൊണ്ട് അലങ്കരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ആ ഖബറിന്റെ ഭയാനകരമായ അന്തരീക്ഷങ്ങളെ തൊട്ട് ഈ സദസ്സിൽ വന്ന് സ്വതക്ക ചെയ്യുന്ന മുഴുവൻ ആളുകളെയും നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഒരു വിഷമവും ഒരു പ്രയാസവും ഒരു നൊമ്പരവും ഒരു സങ്കടവും നീ അവരുടെ ജീവിതത്തിൽ കൊടുക്കല്ല റബ്ബേ. സ്വല്ലി അലാ നബി മുഹമ്മദിൻ എല്ലാവരും ചെയ്തു കൊടുക്കുക. ആരാണ് ഖബറാളികളുടെ ചോദ്യത്തിന് തിരിച്ചങ്ങോട്ട് ചോദ്യം ചെയ്യുന്നത്? ആരാ തിരിച്ചങ്ങോട്ട് ചോദ്യം ചെയ്യുന്നത്? വളരെ ഗൗരവത്തോടു കൂടി പഠിക്കാനുള്ള ഒരു വിഷയമാണ്. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? വമൻ നബിയുക, നിങ്ങളുടെ നബിയാരാണ്? നിങ്ങളുടെ ദീനേതാണ്? അല്ലാഹുവേ, പടച്ചവനെ, ആ മലക്കുകൾ ചോദിക്കുന്നു. വമാ ഇമാമുക, നിങ്ങളുടെ ഇമാമാരാണ്? ആ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നതിന് പകരം മൻ വക്കലക്കുമാ അലയ്യ, ആരാണ് ഇത് ഞങ്ങളോട് ചോദിക്കാൻ നിന്നെ ഏർപ്പാട് ചെയ്തത്? തിരിച്ചു ചോദിക്കുകയാണ്. മലക്കുകളോട് തിരിച്ചു ചോദിക്കുകയാണ്, നിന്നെ ഏർപ്പാട് ചെയ്തതാരാണ്? ഞങ്ങളോട് ചോദ്യം ചെയ്യാൻ നിന്നെ പറഞ്ഞു വിട്ടതാരാണ്? ഈ ഖബറിന്റെ കത്തളത്താരാണ് ഞങ്ങളുടെ റബ്ബാരാണെന്ന് ഞങ്ങളോട് ചോദിക്കാൻ നിങ്ങളെ ചുമതലപ്പെടുത്തിയതെന്ന് തിരിച്ചു ചോദിക്കുന്ന മഹാനുഭാവന്മാര്. അല്ലാഹുവേ, പടച്ചവനെ, വമൻ അർസലകുമാ ഇലയ്യ, ആരാണ് നിങ്ങളെ പറഞ്ഞു വിട്ടത്? ഈ ചോദ്യം തന്നിട്ട് ഞങ്ങളെ പരീക്ഷിക്കാൻ പറഞ്ഞു വിട്ടത് ആരാ എന്ന് ചോദിക്കുന്ന വിഭാഗം ആരെന്നറിയോ? അവര് ചില്ലറക്കാരായിരിക്കില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിന്റെ തൃപ്തിയുടെ അതിർപ്പത്തിന്റെ അടുപ്പത്തിന്റെ മഹബത്തിന്റെ ഏറ്റവും വലിയ പരമോന്നതമായ പദവിയിലേക്ക് കയറി ചെല്ലാറ് എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ മടക്കി ചോദിക്കാൻ പറ്റുമോ? ഇത് ചെറിയ കാര്യമാണോ? അത് പറസകുന്ന ലോകമല്ലേ? മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്ഭുതങ്ങളുടെ ലോകമല്ലേ? പാമ്പും പഴുതാരയും പുഴുക്കളും കൊത്തിവലിക്കുന്ന ലോകമല്ലേ? നരകത്തിന്റെ ഭയാനകരമാകുന്ന ഗർത്തങ്ങളെ കുടിച്ചു വെക്കുന്ന ലോകമല്ലേ? അല്ലാഹുവേ, പടച്ചവനെ, മുൻകറിന് തന്റെ രണ്ട് കൈ കൊണ്ടങ്ങോട്ട് തട്ടിമാറ്റുമ്പോ ഭൂമിയുടെ രണ്ടു ഭാഗം അങ്ങോട്ട് നീങ്ങിപ്പോകുമെന്ന, തന്റെ കൈ കൊണ്ടങ്ങോട്ട് ഉന്തി മാറ്റുമ്പോ ഒരു ഭാഗം അങ്ങോട്ട് അകന്നു പോകുമെന്ന, അങ്ങനെ നാലു ഭാഗവും അകത്തിയിട്ട് ഈ പ്രിയപ്പെട്ട മയ്യത്തിനോട് ചോദ്യം ചെയ്യുമ്പോ ആ ഭയാനകരമായ മലക്കുകളോട് തിരിച്ചു ചോദിക്കാൻ കഴിയുന്ന അവസ്ഥ. തലയിൽ നിന്ന് മുടിയൊക്കെ കാലിലേക്ക് ഇങ്ങനെ ഇഴന്നു കിടക്കുന്ന കറുത്ത് കരിവാളിച്ച കണ്ണ് പുറത്തു വന്ന ഭയാനകരമായ ആ രൂപങ്ങളോട് തിരിച്ചു ചോദിക്കാൻ കഴിയുന്ന ഈമാന്റെ പവറുണ്ടല്ലോ. അവരല്ലാഹുവിനോട് അത്ര മഹബത്തുള്ളവരാണ്, അത്ര സ്നേഹമുള്ളവരാണ്, അത്ര ഇഷ്ടമുള്ളവരാണ്. അവർക്ക് അല്ലാഹു അത്ര വലിയ സ്ഥാനമാണ് ദുനിയാവിലും ആഖിറത്തിലും കൊടുക്കുന്നത്. അവരാരെന്നറിയോ? വഹാദാ ലാ യഖൂലുഹു ഇല്ലൽ ഉലമാഉൽ ഖിയാർ. അവരോട് തിരിച്ചു ചോദിക്കുന്നത് ഉഖ്റവിയായ ആലിമീങ്ങളാണത്രേ. അവരോട് തിരിച്ചു ചോദിക്കുന്നത് ഖബറിന്റെ കത്ത ചോദ്യകർത്താക്കളായ മലക്കുകളോട് തിരിച്ചു ചോദിക്കുന്നത് ഉഖ്റവിയായ ആലിമീങ്ങളാണ്. ആ ഉഖ്റവിയായ ആലിമീങ്ങളിൽ ഞങ്ങളെ പെടുത്തണമെന്ന് ദുആ ചെയ്യാനും രസമാമുത്തല്ലിമീങ്ങളെ, ആ ഉഖ്റവിയായ ഉലമാക്കളിൽ ഞങ്ങളെ ചേർക്കണേ എന്ന് പറയാൻ ഇത്ര സന്തോഷമാ പ്രിയപ്പെട്ടവര്. പക്ഷേ ഉഖ്റവിയായ ഉലമാക്കളിൽ പെടുക
എന്ന് പറയുന്നത് അത്ര നിസാരമല്ല. കാളമ്പാടി ഉസ്താദ് വെളിച്ചം കുറഞ്ഞ ലൈറ്റുമായി പട്ടിക്കാട് ജാമിയാനൂരിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴയെ പോലെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ഫൈസിമാർക്ക് ആ ചരിത്രങ്ങൾ അറിയാമല്ലോ. ആ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഉസ്താദേ ഒരു കറണ്ടിന്റെ ടോർച്ച് ഞാൻ വാങ്ങിച്ചു തന്നാലോ, ഒരു കറണ്ടിന്റെ ടോർച്ച് വാങ്ങിത്തന്നാലോ? മക്കളെ, അത് വാങ്ങിത്തന്നാ ഞാൻ എവിടുന്നാണ് ചാർജ് ചെയ്യുക, എവിടുന്നാണ് ഇതിലേക്ക് കറണ്ട് കയറ്റുക? ഉസ്താദിന്റെ റൂമിൽ ഇതിനുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ കണ്ണു ചുമന്നു എന്ന ജാമിയാനൂരിയുടെ ചുവരിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കാളമ്പാടിക്ക് പുറത്തിറങ്ങാ കാണുന്ന വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിക്കാ ഞാൻ തയ്യാറല്ല, എനിക്ക് അല്ലാഹുവിന്റെ കോടതിയെ പേടിയാണെന്ന് പറഞ്ഞ മഹാനായ കാളമ്പാടി ഉസ്താദ് പോലെ ഹൗദിനകത്ത് വീണ 50 പൈസ നോക്കിയിട്ട് പൊട്ടിക്കറന്ന കണ്ണിയപ്പ് ഉസ്താദിനെ പോലെ അല്ലാഹുവേ പടച്ചവര് ഭൗതിക ലോകത്ത് ഒരുപാട് സുഖരസങ്ങള് പുല്ലുപോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ച ശംസുലുലമയെ പോലെയുള്ള മഹാനുഭാവന്മാര് ഉഖ്റവിയാര് ആലിമീങ്ങളാണെന്ന് പറയോ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ നമ്മൾ സംശയിക്കുന്നത്? അവരാണ് ഞങ്ങളുടെ നായകന്മാരെന്ന് പറയാൻ എന്തിനാ നിങ്ങൾ ഒളിച്ചു നിൽക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവര്, ഒരു കളങ്കം കാണിക്കാൻ കഴിയാത്ത, ഒരു കപടത കാണിക്കാൻ കഴിയാത്ത, ഒരു ആഡംബരത്തിന്റെ കൊടാലി കൊണ്ട് എന്റെ ജീവിതത്തിൽ നുകർന്നുപോയ ഇൽമിന്റെ മധുരത്തെ കബറടക്കിയ ഒരു രംഗം പോലും കാണിക്കാൻ കഴിയാത്ത, പളുങ്കുതോറ്റു പോകുന്ന ഈമാന്റെ പ്രഭയുടെ ഉടമസ്ഥരായ പ്രിയപ്പെട്ട പണ്ഡിത പ്രമുഖര്, അല്ലാഹുവേ ആ ഉഖ്റവിയാരെ ഉലമാക്കളെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിലെങ്കിലും നീ ഞങ്ങളെ ചേർക്കണേ അല്ലാ, നീ ഞങ്ങളെ ചേർക്കണേ അല്ലാ. അതിനാണ് പൊട്ടച്ചിറയിലെ സ്ഥാപനം നിലനിൽക്കുന്നത്, അതിനാണ് ഇവിടെ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഞങ്ങൾ എടുക്കുന്നത്. കേരളത്തിൽ എത്രയോ സ്ഥാപനങ്ങളുണ്ട്, എത്രയോ ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളുണ്ട്. ആലിക്കുട്ടി ഉസ്താദ് മങ്കൂസ് മൗലൂദിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അതിന്റെ ബൈത്തിനെ കുറിച്ച്, അതിന്റെ ജവാബിനെ കുറിച്ച്, അതിന്റെ ആ ഗത്യത്തെ കുറിച്ച്, അതിന്റെ പദ്യത്തെ കുറിച്ച്, അതിന്റെ ദുആനെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ? ആ സുന്നത്ത് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് സുബ്ഹാനല്ലാഹ് ഈ പാവപ്പെട്ട യൂസുഫ് ഉസ്താദിനെ പോലെയുള്ള, ഉഫൂറൻ ദരിയെ പോലെയുള്ള, അസറവൻ വരിയെ പോലെയുള്ള, എന്റെ പ്രിയപ്പെട്ട ചേകന്തൂരൻ വരിയെ പോലെയുള്ള എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാര് കഷ്ടപ്പെടുന്നത്, ത്യാഗം ചെയ്യുന്നത്. അല്ലാഹുവേ, ആ സുന്നത്ത് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്, ആ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ നമ്മുടെ അണ്ടറിൽ വരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പുത്തമ്പാടുകൾക്ക് തട്ടിക്കളിക്കാനായി കുറെ മക്കളെ എങ്ങോട്ട് ഹിഫ്ളാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ട് അവസാനം ഹാഫിളായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യനാണെന്ന് ആ പ്രിയപ്പെട്ട മക്കൾ പറയുന്നത് കേട്ടാ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നമ്മളോട് പൊറുക്കില്ല. അതുകൊണ്ട് വളരട്ടെ, അതുകൊണ്ട് ഉയരട്ടെ. ഇനി വരുന്ന ഒരു 2 വർഷം കൊണ്ട് ഒരു 19ഓളം 60ഓളം വരുന്ന മുത്തഅല്ലിമീങ്ങൾ അല്ലാഹു ഇവിടുന്ന് ഹാഫിളായിട്ട് ഇറങ്ങട്ടെ. ഇനി വരുന്ന വർഷങ്ങളിൽ കറകളെന്ന പാണ്ഡിത്യത്തിന്റെ ഉടമകളായി ആരുടെ മുന്നിലും മുട്ടുപതറാത്ത, മുട്ടുപുറക്കാത്ത സുന്നത്ത് ജമാഅത്തിന്റെ പടവാള് കയ്യിൽ പിടിച്ച മക്കളായിട്ട് അൻവരിയായുടെ മക്കൾക്കിറങ്ങാൻ അല്ലാഹുവേ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. മഹാനായ മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അരികിലേക്ക് വിളിക്കുകയാ. ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ കൈഫ ബിക ഇദാ അന്തമിത്ത, നീ മരിച്ചു പോകുമ്പോഴുള്ള രംഗത്തെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ഓരോ രാത്രിയിലും തന്റെ ശരീരത്തിന്റെ വിചാരണ നടത്തിയിട്ട് പൊട്ടിക്കരയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്, പെങ്ങളെ ഇന്നലെ ഞാൻ ഒന്നാമത്തെ രാത്രിയിൽ ശരീരത്തെ വിചാരണ നടത്തിയിട്ട് തൗബ ചെയ്തിട്ട് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞു. എത്ര ആളുകൾ ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ 10-12 ആളുകൾ അങ്ങനെ കൈപൊക്കലല്ലാറ്. എന്റെ സഹോദരങ്ങളെ, ഇന്നലെ രാത്രി നിങ്ങൾ ചെയ്തവരെത്രയാ? ഞാൻ പറഞ്ഞതുപോലെ ആ ദുആ ചെയ്തിട്ട് കിടന്നുറങ്ങിയവരെത്രയാ? നമുക്ക് കഴിയില്ല. നമ്മുടെ 4 ഭാഗത്തും നമ്മളെ വേട്ടമൃഗങ്ങളെ പോലെ വേട്ടയാടാൻ കാത്തിരിക്കുന്ന പിശാചിന്റെ കെണിവലകളാണ്, പിശാചിന്റെ ആയുധത്തിന്റെ ഏറുകളാണ്. അതുകൊണ്ട് പറന്നു വീണ് ദുനിയാവിന് വേണ്ടി ദാഹിച്ച് പിടഞ്ഞു മരിക്കുന്ന ശവങ്ങളായി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അത് പതിക്കില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ നീ മരിക്കുമ്പോഴുള്ള അവസ്ഥ എന്താ? ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഉമറേ നീ മരിക്കുന്നു എന്ന് കരുതുക, നിന്റെ വീട്ടിലേക്ക് നിന്റെ മയ്യത്ത്
കാണാ ജനങ്ങൾ വരുന്നു എന്ന് കരുതുക. നിന്നെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉമറേ നിന്നെ കഫൻ പൊതിയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടി കരയുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിതം നയിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പതറിപ്പോവുകയാ. ആ ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഇസ്ലാമിന്റെ ഖലീഫയായിരുന്ന സമയത്ത് ഏറ്റവും വലിയ ത്യാഗോജ്വലമായ ജീവിതം കാഴ്ചവെച്ച് ഇസ്ലാമിക ചരിത്രത്തെ അതിശയപ്പെടുത്തിയത്, അത്ഭുതപ്പെടുത്തിയത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിഴല് പോലെ കൂടെ നടന്ന ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ റസൂലേ, ഇനി അങ്ങയെ ഒരാൾ പോലും അങ്ങയുടെ രോമത്തിന് തൊടാൻ ഈ ഉമർ സമ്മതിക്കില്ല നബിയേ. ഉമറിനെ കൊന്നിട്ട് നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ അങ്ങയുടെ ദേഹത്തൊന്ന് തൊടാ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് പുലിക്കുട്ടിയെ പോലെ ഇസ്ലാമിന്റെ പടവാള് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ വാരിപ്പുണർന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുത്തറസൂലിന്റെ മുമ്പിൽ ഇരുന്ന് കരയുകയാ. ഉമറേ, നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയാലോ? ആരോരുമില്ലാത്ത ഖബറിന്റെ അകത്ത് തടിയനാറ് ശക്തനാറ് ആരോഗ്യമുള്ള തന്റെ ഇടമുള്ള ചങ്കൂറ്റമുള്ള ചങ്കുറപ്പുള്ള ഇസ്സത്തുള്ള എന്റെ പ്രിയപ്പെട്ട ഉമറേ, നിന്റെ മയ്യത്തങ്ങോട്ട് ഇറക്കി വെച്ചാലോ? ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ആ മയ്യത്തിന്റെ മുകൾ ഭാഗത്ത് മൂടുകല്ല് വിരിച്ച് മണ്ണങ്ങോട്ട് നിറച്ച് അല്ലാഹുവേ നിന്നെ ഖബർസ്ഥാനിന്റെ അകത്താക്കിയാലോ? ഉമറേ, ആ ഖബർ കടിച്ചു പിളർന്നുകൊണ്ട് രണ്ട് മലക്കുകൾ വരുമല്ലോ ഉമറേ. അവരുടെ പേര് മുൻകർ എന്നാണ്, നക്കീർ എന്നാണ്. ആ രണ്ടു മലക്കുകൾ ആ ഖബറിന്റെ കത്തളത്തിലേക്ക് കടന്നു വരുമ്പോ ഉമറേ, അവര് വരുന്നത് നിന്നെ ചോദ്യം ചെയ്യാനാണ്. ഉമറേ, ആ സമയത്ത് നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചോദിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണീർ തുടച്ചിട്ട് നബിയേ, അവരാദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്. ഒരു നേരത്തെ നിസ്കാരം തന്റെ ഈന്തപ്പനത്തോട്ടത്തിൽ വെള്ളമൊഴിച്ചു കൊണ്ടിരുന്നപ്പോ അസ്ർ നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോ ഓടി വന്ന് പള്ളിയുടെ ചുമരിൽ തല കൊണ്ടിടിച്ചു പൊട്ടിക്കരഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ്. നബി തങ്ങൾ സലാം വീട്ടുന്ന രംഗം കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി വന്നിട്ട് ഉമറേ, എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, ഇന്ന് വരെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം എനിക്ക് ഒരു വഖത്ത് നമസ്കാരം പോലും ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല റസൂലേ. അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് അല്ലാഹു പറഞ്ഞ ഈന്തപ്പനത്തോട്ടത്തിൽ വെള്ളമൊഴിച്ചു കൊണ്ടിരുന്നതിന്റെ സമയത്ത് അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് നേതൃത്വം കൊടുക്കുന്ന അസ്ർ നമസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എനിക്കിനി ആ സമ്പത്ത് വേണ്ട, എനിക്കിനി ആ തോട്ടം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബുൽ ആലമീനായ പടച്ചതമ്പുരാൻ ആ തോട്ടം സുരക്ഷായ ഉമർ ഇബ്നുൽ ഖത്താബ് അവരോട് മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, കണ്ണീര് തുടച്ചിട്ട് ചോദിക്കുന്നു, നബിയേ, ആ സമയത്ത് ഇപ്പോഴുള്ള ഉമറിന്റെ ചങ്കൂറ്റവും ബുദ്ധിയും ഈ ഉമർ ഉണ്ടാകുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതേ ഉമറേ, ഇതേ ബുദ്ധി നിന്റെ ഖബറിന്റെ അകത്ത് നിനക്ക് ആ സമയത്തുണ്ടാകുമെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നെ പേടിയില്ല നബിയേ ഉമറിന്, ഇന്ന് വരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പൊരുത്തക്കേട് ചെയ്യാത്ത ഉമറായി പറയുന്നേ, ഒരു പാപക്കറ ചെയ്യാത്ത ഉമറായി പറയുന്നേ, ആരംഭ റസൂലിന്റെ സന്തത സഹചാരിയായി കൂടെ നടന്ന ഉമർ റളിയല്ലാഹു അൻഹുവായി പറയുന്നേ. അവരെന്നോട് എന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ അവരോട് തിരിച്ച് ഞാൻ ചോദിച്ചവരെ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് ആരംഭ റസൂലിന്റെ സമക്ഷത്തിൽ ഇരുന്നുകൊണ്ട് പറയാ
ധൈര്യമുള്ള ആള് തന്നെയാ പറഞ്ഞത്, അർഹതയുള്ള ആള് തന്നെയാ പറഞ്ഞത്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ആരിഫീങ്ങളുടെ, ഔലിയാക്കളുടെ, ആബിദീങ്ങളുടെ ചരിത്രം എവിടെ കിടക്കുന്നു? പൊട്ടച്ചിറയിലെ സദസ്സിൽ വന്ന് പാവപ്പെട്ട ഞങ്ങളുടെ ചരിത്രം എവിടെ കിടക്കുന്നു? സുബഹി നമസ്കാരത്തിന് പള്ളിമിനാരത്തിലൂടെ ബാങ്ക് വിളിക്കുമ്പോ ഭർത്താവ് കൊടുത്തയച്ച മനോഹരമായ കമ്പിളിപ്പുറപ്പിനകത്ത് ഒന്നുകൂടി ഇബ്ലീസിന്റെ നജസ് വീണ കാതങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ചുരുണ്ടുകൂടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ കബറ് മറക്കല്ല മോളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കളിയും ചിരിയും രസവുമെല്ലാം അവസാനിച്ച് കബറിന്റെ ഗാരമാര ഗർത്തത്തിൽ ചൊല്ലുമ്പോ ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ പറയാൻ കഴിയണ്ടേ? എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന സോലിഹീങ്ങളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത പറഞ്ഞു തരട്ടെയോ? ഞങ്ങൾ നിസ്കരിക്കുന്നവരാണ് ഉസ്താദേ, എന്നാലും ഞങ്ങൾക്ക് പേടിയാ. ഞങ്ങൾ തബാറക്കല്ലദീ ഓതുന്നവരാണ് ഉസ്താദേ, എന്നാലും ഞങ്ങൾക്ക് പേടിയാ. ഇന്നലെ നിങ്ങൾ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഞങ്ങളുടെ മനസ്സിന്, ആത്മാവിന് വിചാരണ നടത്തുന്നവരാണ്, എന്നാലും ഞങ്ങൾക്ക് പേടിയാ എന്ന് പറയുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സന്തോഷ വാർത്ത തരികയാണ്. ഒരു സദസ്സിൽ നിന്ന് മറ്റൊരു സദസ്സിലേക്ക് ഓടിയെത്തുന്ന എന്റെ മുഹിബ്ബീങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി നാട്ടിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാ, ഇന്നത്തെ കുടുംബ സംഗമത്തിലൊക്കെ വന്ന് പൊട്ടച്ചിറ ബീവിയുമാട് അൻവരിയാട് മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ അരി കൊടുക്കാമെന്ന് പറഞ്ഞ പൊട്ടച്ചിറയിൽ വന്ന പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാരെ, അല്ലാഹുവിന്റെ പൊരുത്തം തേടി വന്ന സോലിഹീങ്ങളെ, ആബിദീങ്ങളെ, ഉള്ള സമയം കുറച്ചെങ്കിലും ഇബാദത്ത് മനസ്സുള്ളവരെ, ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോ കസേരയിരുന്ന് കരയുന്നവരെ, ഈ സന്തോഷ വാർത്ത നിങ്ങൾക്കുള്ളതാണ്, ഈ സന്തോഷ വാർത്ത നിങ്ങൾക്കുള്ളതാണ്. പൊട്ടച്ചിറ ബീവിയുമ്മാടെ മഖാമിന്റെ പരിസരത്ത് മന്ത്രിച്ചു വെച്ചിരിക്കുന്ന മിഠായി ഇതുവരെ അവിടെ എടുത്തിട്ടില്ല. ആ കബറിന്റെ ചാരപ്പ് തന്നെ ഇരിക്കുകയാണ്. എന്റെ ദുനിയാവിൽ എത്ര നഷ്ടം വന്നാലും അതിൽ നിന്ന് ഒരെണ്ണം കഴിക്കലല്ലേ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ റാഹത്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് ദുനിയാവിനെ മറന്നിട്ട് പടച്ചതമ്പുരാന്റെ പൊരുത്തം ആഗ്രഹിക്കുന്ന സോലിഹീങ്ങളെ, ആബിദീങ്ങളെ, ആലിമീങ്ങളെ, അല്പമെങ്കിലും ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിന്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കൊരു ചെറിയ സന്തോഷ വാർത്ത അല്ലാഹുവിന്റെ റസൂൽ തരികയാണ്. മുൻകർ നക്കീർ അലൈഹിസ്സലാം ഖബറിന്റെ അകത്ത് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ മുന്നിൽ വേറൊരു നല്ല രൂപം വരുമത്രേ. മുൻകർ നക്കീർ അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് നല്ല വെളുത്തു തൊടുത്ത, കാണാനഴകുള്ള, ചുങ്കനായ, ഭംഗിയുള്ള ഒരു യുവാവിന്റെ കോലത്തിൽ പ്രഭ പരത്തുന്ന ഒരു സുന്ദര രൂപം ആ കബറിന്റെ അകത്തേക്ക് വരുമെന്നാണ്. നിങ്ങൾ ഭയന്നുകൊണ്ട് ചോദിക്കും, നിങ്ങളാരാണ്? നിങ്ങളാരാണ്? ഞങ്ങൾക്കറിയില്ല, നിങ്ങളാരാണ്? ആ സമയത്ത് വന്നയാള് പറയുന്നു, എല്ലാവരും കിടന്നുറങ്ങിയിരുന്നപ്പോ നീ എഴുന്നേറ്റ് നമസ്കരിച്ചിരുന്നല്ലോ. എല്ലാവരും ഇബാദത്തില്ലാതെ, ഇബാദത്തറിയാതെ സുഖലോലുവരായി കഴിഞ്ഞപ്പോ അല്ലാഹുവിന് വേണ്ടി നീ സുജൂദ് ചെയ്തിരുന്നല്ലോ. എല്ലാവരും മതപ്രസംഗത്തിന് വന്നിട്ട് പലവിധമായ കാര്യങ്ങൾ നോക്കി കടയിൽ നിന്നു അപ്പുറത്തിരുന്ന് സാധനങ്ങൾ വാങ്ങി കളിയും ചിരിയും തോളത്ത് കൈയിട്ട് നടക്കുകയും പോവുകയും ചെയ്തപ്പോ നീ ഒരു സ്ഥലത്ത് വന്നിരുന്ന് വാല് കേട്ട് കബറിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് 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 അല്ലാഹുവിന്റെ പൊരുത്തം തേടിയവനല്ലേ, നീ ഇബാദത്ത് ചെയ്തവനല്ലേ, നീ ഖുർആൻ ഓതിയവനല്ലേ. പെങ്ങളെ, ആ സുന്ദര രൂപം നിന്നോട് പറയും, ഞാൻ ആരെന്നറിയുമോ? നീ ചെയ്ത ഇബാദത്തുകളാണ്, നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ക്ലാസ് എടുത്തു തരാം. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഭയാനകരമായ രൂപമുള്ള 2 മലക്കുകൾ വരും. നീ പേടിക്കല്ലേ, നീ പേടിക്കല്ലേ, നീ പേടിക്കല്ലേ. അവരെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങി നിൽക്കും പൂച്ചക്കണ്ണുകളെ പോലെ, അവരെ പല്ലുകൾ ഇങ്ങനെ കൊമ്പുകളെ പോലെ കാർന്ന് തിന്നാൻ കാത്തിരിക്കും. അവരുടെ മുടി കാല് വഴി ഇങ്ങനെ ഇടന്നു കിടക്കും. പക്ഷേ നീ പേടിക്കാൻ പാടില്ല, നീ അല്ലാഹുവിനെ ഭയന്നവളല്ലേ.
പണമില്ലെങ്കിലും പൊട്ടച്ചെറിയുടെ പരിസരത്തെ ചെറ്റക്കൂരക്കകത്ത് തബാറക്കല്ലദീ ഓതി രാത്രി കരഞ്ഞവളല്ലേ? നിന്റെ മുമ്പിൽ വന്ന പാവപ്പെട്ട യതീമിന്റെ കയ്യിലേക്ക് വിശപ്പടക്കാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ നാണയത്തൊട്ടെടുത്ത് കൊടുത്തവളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വലാഹിയത്തിന്റെ രൂപം നിന്നോട് പറയുന്നു, നീ ഒന്നും പേടിക്കണ്ട. അവർ നിന്നോട് മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ നീ പറഞ്ഞു കൊടുക്കുക. നീ പതറാതെ പറഞ്ഞു കൊടുക്കണം, അല്ലാഹ് റബ്ബീ. നീ പതറാൻ പാടില്ല, നീ തോറ്റുപോകാൻ പാടില്ല, നീ തോക്കാൻ പാടില്ല. ആ മലക്കുകൾ നിന്നെ ഭയപ്പെടുത്തിയിട്ട് ചോദിക്കുമ്പോ അവരുടെ കയ്യിൽ ഒരു ഭയാനകരമായ ദണ്ടുണ്ടാകുമെന്ന സ്വലാഹിയായ മനുഷ്യൻ പറയുകയാ. അവരുടെ കയ്യിൽ ഒരു ഭയാനകരമായ ദണ്ടുണ്ടാകും. ദുനിയാവിലുള്ള മുഴുവൻ പടപ്പുകളും മനുഷ്യരും ദുനിയാവിലുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളും മുഴുവനും ഒരുമിച്ചിരുന്നുകൊണ്ട് ആ ഇരുമ്പിന്റെ ഭയാനകരമായ നരകത്തിന്റെ ദണ്ട് എന്നോടുത്തുയർത്താൻ ശ്രമിച്ചോ അതൊന്ന് ചലിക്കുക പോലുമില്ല. മുൻകർ നക്കീറിന്റെ കയ്യിലിരിക്കുന്ന ദണ്ട് ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ചു വന്നിട്ടും എടുത്തുയർത്തിയാൽ അതൊന്ന് ചലിക്കുക പോലുമില്ല. ആ ദണ്ട് കണ്ട് നീ പേടിക്കണ്ട. ഇടിമുഴക്കം പോലുള്ള അവരുടെ ശബ്ദകോലാഹലം കേട്ടുകൊണ്ട് നീ പേടിക്കണ്ട. നീ ഖുർആൻ ഓതിയിട്ടുള്ളവനാണ്, നീ ദിക്ർ ചൊല്ലിയിട്ടുള്ളവനാണ്, നീ പട്ടിണി കിടന്നിട്ട് പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റി കൊടുത്തവനാണ്. അതുകൊണ്ട് നീ പേടിക്കാൻ പാടില്ലെന്ന് പറയുമ്പോ അല്ലാഹുവേ, അങ്ങനെ ഒരു സോലിഹായ രൂപത്തെ പാവപ്പെട്ട ഞങ്ങളുടെ ഖബറിന്റെ അകത്ത് തരണമേ അല്ലോ. ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല റബ്ബേ, ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല റബ്ബേ. നൗഷാദ് വാക്കവി വന്ന് പ്രസംഗിക്കുന്നത് മുഴുവനും അല്ലാഹുവേ നിനക്കറിയാം, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ, നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ഖബറിന്റെ ഉള്ളറയ്ക്കകത്തൊരു പ്രഭയും പ്രകാശവും കിട്ടണമെന്ന കൊതി കൊണ്ടാണ് എന്റെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ വീത് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നവരെന്തിനാ? 19ഓളം വരുന്ന SKSSF യൂണിറ്റുകൾ ഉണ്ടാക്കാൻ പോകുന്നവരെന്തിനാ? മഹാന്മാരായ ഉസ്താദുമാരോതുന്ന മജ്‌ലിസുന്നൂർ സ്വന്തം വീട്ടിലും അയൽവക്കത്തും പരിസരത്തും നാട്ടുകാരിലും ഓതാൻ പറഞ്ഞ് പ്രേരിപ്പിക്കുന്നവരെന്തിനാ? അൽബിർ പോലെയുള്ള സമസ്തയുടെ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരെന്തിനാ? ജാമിയുടെ ജൂനിയർ കോളേജ് പോലെ ഒരു മഹത്താര സ്ഥാപനത്തെ എന്റെ വീടിന്റെ തൊട്ടടുത്ത് വേണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു കൊതിക്കുന്നവരെന്തിരോ? അല്ലാഹുവേ, ഒരു നല്ല ദുആ കിട്ടാനാണ്, മഹാന്മാരുടെ പൊരുത്തം കിട്ടാനാണ്. എന്റെ പൊന്നുമോൻ മുസ്താഖ് അഹമ്മദ് വിട പറഞ്ഞപ്പോ ഇന്നിവിടെ പ്രസംഗിച്ചിട്ട് പോയ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് എന്റെ വീട്ടിന്റെ അകത്ത് വന്ന ദുആരെന്നപ്പോ ഒരു 100 മക്കളെ എനിക്ക് അല്ലാഹു തിരിച്ചു തന്ന സന്തോഷമുണ്ട് ഉസ്താദേ എന്ന് ആ പ്രിയപ്പെട്ട ഉസ്താദിനോട് പറയാൻ കിടന്നതെന്തുകൊണ്ടെന്നറിയോ? അവരുടെ ദുആയും അവരുടെ ഒരു വാക്കും അവരുടെ സാന്ത്വനിപ്പിക്കലും അവരുടെ ആശ്വാസവാക്കുമല്ല ഉഖറവിയായ ആലിമീങ്ങളുടെ സ്വഭാവ ഗുണഗണങ്ങളിൽപ്പെട്ടതായതുകൊണ്ട് വാങ്ങാ ഒരാശ്വാസമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒന്നുമില്ലാതെ ഇതുവരെ ജീവിച്ച ജീവിതം മുഴുവനും വട്ടപൂജ്യമെന്ന് തീരുമാനിക്കുന്ന പൊട്ടച്ചിറയിൽ വന്ന എന്റെ വാല് കേൾക്കാമെന്നവരെ എന്തുണ്ടെടുപ്പ് കാണിക്കാ? മുൻകർ നക്കീറിന്റെ മുമ്പ് എടുപ്പ് കാണിക്കാ. നമ്മുടെ നിസ്കാരത്തിന് പവറുണ്ടോ? നമ്മുടെ ഇബാദത്തുകൾക്ക് പവറുണ്ടോ? നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് പവറുണ്ടോ? അതുകൊണ്ട് കരഞ്ഞോ, കരഞ്ഞ് ദുആ ചെയ്തോ. അല്ലാഹുവേ, ആ ഖബറിന്റെ ഉള്ളറയിൽ ഒരു സ്വാലിഹായ രൂപത്തിന് ഞങ്ങൾക്കും തരണേ അല്ലോ. ഏതു പ്രവർത്തിക്കാണ് ഖബറിന്റെ അകത്ത് കൂടുതൽ പ്രതിഫലം കിട്ടുന്നതെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു, ഇവിടെ പള്ളി അടിച്ചുവാരിയിരുന്ന വൃത്തിയാക്കിയിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, ഒരു തള്ളയുണ്ടായിരുന്നല്ലോ, അവരവിടെ പോയെന്ന് ചോദിച്ചപ്പോ സഹാബികൾ പറഞ്ഞു, നബിയേ, അവരിന്നലെ മരണപ്പെട്ടു പോയി, നമ്മളവരെ കബറടക്കം നടത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുമന്നു, ദല്ലൂനി അലാ ഖബരിഹാ, അവരുടെ കബറവിടെയെന്ന് നിങ്ങൾ കാണിച്ചു തരിക, അവിടെ കബറവിടെയെന്ന് എനിക്ക് നിങ്ങൾ കാണിച്ചു തരിക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് അൻവരിയുടെ മുന്നിൽ കുറയാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
നമുക്കുറക്കമില്ല, നമുക്ക് ക്ഷീണമില്ല. നമ്മൾ ഖബറിനെ കുറിച്ച് കേട്ട് ഖബറിന്റെ അകത്ത് മണവാളിനെ പോലെ കിടക്കാൻ മോഹിക്കുന്നവരാണ്. അതുകൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ ഖബറിനിക്കൊന്ന് കാണിച്ചു തരിക. എന്നിട്ട് ആ ഖബറിന്റെ ചാരത്തേക്ക് പോയി അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിച്ചിട്ട് ദ്വാരന്നിട്ട് ആ ഖബറാളിയോട് സംസാരിച്ചുവെന്നാണ്. നമസ്കരിച്ചു ദ്വാരന്നിട്ട് ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന പെങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചുവെന്നാണ്. അയ്യുൽ അമലി വജത്തി അഫ്ളല, പെണ്ണേ, ഖബറിന്റെ അകത്ത് പോയിട്ടൊരു രാത്രി കഴിഞ്ഞല്ലോ, ഖബറിന്റെ അകത്ത് പോയിട്ടൊരു രാത്രി കഴിഞ്ഞല്ലോ, ഖബറിന്റെ അകത്ത് പോയിട്ടൊരു രാത്രി കഴിഞ്ഞല്ലോ. നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായി നിന്റെ ഖബറിന്റെ അകത്ത് നിനക്ക് സമാധാനം തന്ന അമലേതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ സഹോദരിയോട് ചോദിക്കുമ്പോൾ അവിടുന്ന് മറുപടി കൊടുത്തുവെന്നാണ്. ആ പെണ്ണിന് വിധങ്ങൾക്ക് മറുപടി കൊടുത്തുവെന്നാണ്. ഖബറിന്റെ അകത്ത് കൊണ്ടുവന്നടക്കിയതിനു ശേഷം രണ്ടാമത്തെ ദിവസം കാരുണ്യത്തിന്റെ തിരുദൂതർ ആ ഖബറാളിയോട്, പെണ്ണേ, നിന്റെ ഖബറിന്റെ അകത്ത് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടിയ, നീ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ഏതായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് ചോദിക്കുമ്പോ ആ പെണ്ണ് മറുപടി പറയുകയാ, ഉമ്മുൽ മസ്ജിദ് യാ റസൂലുള്ളാഹ്, പള്ളി വൃത്തിയാക്കിയതാണ് നബിയേ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കിടന്ന് പൊടി വൃത്തിയാക്കിയതാണ്, ആ പള്ളിയുടെ മുറ്റം വൃത്തിയാക്കിയതാണ്, ആ പള്ളിയെ ഭംഗിയാക്കിയതാണ്, ആ പള്ളിക്ക് വേണ്ടി ജീവിച്ച സമയമാണ്. എന്റെ ഖബറിന്റെ അകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടതെന്ന് പറയുമ്പോ അൻവരിമാരായി തങ്ങളിൽ നിന്ന് സനത് വാങ്ങി എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാര്, ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മറ്റു പണ്ഡിതന്മാര്, നിങ്ങളല്ലേ പള്ളിയുടെ ഹാദിമീങ്ങള്, നിങ്ങളല്ലേ പള്ളിക്ക് സർവകാര്യത്തിനും നേതൃത്വം കൊടുക്കുന്നവര്. അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വലിയ ഒരു പദവിയോ, അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വലിയ ഒരു മഹത്വമാണ്. അതുപോലെ എന്റെ നാട്ടുകാര്, ഈ പൊട്ടച്ചിറ എന്ന് പറയുന്ന മനോഹരമായ അറബി കോളേജിന്റെ ചാരത്ത് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പള്ളി, ആ പള്ളി അത്ഭുതമല്ലേ, ആ പള്ളി ചരിത്രമല്ലേ. കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ആ പള്ളിയുടെ അകത്തളം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എത്ര വലിയ ഹിഫ്ളുൽ ഖുർആന്റെ കൊട്ടാരങ്ങൾ വന്നാൽ, എത്ര വലിയ സ്ഥാപനങ്ങൾ വന്നാൽ, ശാഖകളിലൂടെ എത്ര സ്ഥാപനങ്ങൾ പടർന്നു പന്തലിച്ചാൽ, പൊട്ടച്ചിറ അൻവരിയായുടെ പള്ളി അങ്ങനെ തന്നെയാ. അല്ലാഹുവേ, ആ പള്ളി നിങ്ങൾക്കൊരു ബറക്കത്താണ്, ആ പള്ളി നിങ്ങൾക്കൊരു ഐശ്വര്യമാണ്, ആ പള്ളി നിങ്ങൾക്കൊരു അഭിവൃദ്ധിയാണ്. അതിനെ സ്നേഹിക്കണേ, അതിനെ ഇഷ്ടപ്പെടണേ, അതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യണേ. ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എന്റെ പൊട്ടച്ചിറയിലെ ബഹുമാനപ്പെട്ട സയ്യിദലവി സാഹിബിനെ പോലെ അല്ലാഹുവേ പടച്ചവനെ, ഈ പള്ളിയോട്, ഈ സ്ഥാപനത്തിനോട്, ഈ കോളേജിനോടുള്ള മഹബത്ത് കൊണ്ട് ആ സഹോദരന്റെ രണ്ട് ലോകത്തും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഒരുപാട് മുഹിബ്ബീങ്ങളുണ്ട്, ഒരുപാട് സോലിഹീങ്ങളുണ്ട്, ഒരുപാട് സോദിക്കീങ്ങളുണ്ട്. എല്ലാവർക്കും പകരം കിട്ടുന്നതുണ്ടോ നബിയേ? ആ പള്ളി വൃത്തിയാക്കാൻ പരിശ്രമിച്ചതാണ് എന്റെ ഖബറിന്റെ അകത്ത് കിട്ടിയ ഏറ്റവും വലിയ പുണ്യമെന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ പെങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ബഹുമാനായ ശിഷ്യൻ മരണപ്പെട്ടു പോയപ്പോൾ, നല്ല സോലിഹാന മനുഷ്യനായിരുന്നു. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോടൊത്ത് എപ്പോഴും കാണുമായിരുന്നു. ഉസ്താദിന്റെ ഖാദിമീങ്ങളായി ചില ആളുകൾ കൂടെ കാണുമല്ലോ, ഉസ്താദിന്റെ ആലിമീങ്ങളായി, ആബിദീങ്ങളായി ചില ആളുകൾ ഇങ്ങനെ കൂടെ കാണും, ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളായി. അല്ലാഹുവേ, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന, എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട ശിഷ്യൻ അങ്ങ് മരണപ്പെട്ടു പോയപ്പോൾ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരന്റെ മനസ്സിൽ ഒരു അങ്കലാപ്പ്. ഇന്ന് ഖബറിന്റെ ഒന്നാമത്തെ രാത്രിയല്ലേ, എന്റെ കൂട്ടുകാരന്റെ ഖബറിന്റെ അവസ്ഥ എന്താകും? എന്റെ കൂട്ടുകാരന്റെ ഖബറിന്റെ അവസ്ഥ എന്താകും? ആരുമില്ലാത്ത ഖബറിന്റെ അകത്ത് കൊണ്ടുവന്ന് ഇരുട്ടറയിൽ കൊണ്ട് മയ്യത്ത് വെച്ചിട്ട് മടങ്ങി വന്നിട്ട് ആ കൂട്ടുകാരന് സഹിക്കാൻ കഴിയുന്നില്ല.
തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. എന്നിട്ട് എഴുന്നേറ്റ് ഖുർആൻ ഓതുകയാണ്. എന്നിട്ട് എഴുന്നേറ്റ് പടച്ചവനോട് ദുആരക്കുന്നു, അല്ലാഹ് എന്റെ കൂട്ടാളിയുടെ ഖബർ എനിക്കൊന്ന് കാണിച്ചു തരണേ അല്ലാഹ്. എന്റെ കൂട്ടാളിയുടെ ഖബറിന്റെ രംഗം എനിക്കൊന്ന് കാണണം അല്ലാഹ്. ആ ഖബറിന്റെ അവസ്ഥ എനിക്കൊന്ന് അറിയണം അല്ലാഹ്. കരഞ്ഞ് 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 ദുആ ചെയ്ത് ക്ഷീണിതനായി ഉറങ്ങിയപ്പോൾ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന് ഖബറിന്റെ അകത്ത് കാണുകയാണ്. അല്ലാഹുവേ, ആ ഖബറിന്റെ രംഗം തന്നെ, ആ രംഗം സ്വപ്നത്തിലൂടെ കണ്ട പ്രിയപ്പെട്ടവര് കിതാബിന്റെ അകത്ത് രേഖപ്പെടുത്തുകയാണ്. അബൂ യസീദുൽ ബിസ്താമിയുടെ ശിഷ്യനോട് മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നിട്ട് മൻ റബ്ബുക എന്ന് ചോദിക്കുന്ന രംഗമാണ് സ്വപ്നത്തിലൂടെ കാണുന്നത്. അല്ലാഹുവേ, എന്തൊരത്ഭുതമാണ് റബ്ബേ, എന്തൊരത്ഭുതമാണ് റബ്ബേ. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന മലക്കുകളോട് തിരിച്ചു ചോദിക്കുന്നതെന്തെന്നറിയോ? അതസ്അലൂനനി, നിങ്ങൾ എന്നെയും ചോദ്യം ചെയ്യുകയാണോ? ഞാൻ ആരെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ആരെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുകയാണോ? അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ നൂറുകണക്കിന് കിതാബുകൾ ചുമന്ന തലയാണിത്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായം ചുമന്ന കൈയാണിത്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ കാല് തടവിക്കൊടുത്ത കൈയാണിത്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന് ഖിദ്മത്തിന് വേണ്ടി ജീവിച്ച ജീവനാണിത്. ആ എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണോ എന്ന് ചോദിച്ചു പൊട്ടിക്കരഞ്ഞപ്പോൾ ആ മലക്കുകൾ ആ സമയം തന്നെ തിരിച്ചുപോയെന്നാണ് ഈ ശിഷ്യൻ പറയുകയാണ്. അവിടെയും മുൻകർ നക്കീറിന്റെ രൂപം ഭയാനകരമായിരുന്നു. അവിടെയും മുൻകർ നക്കീറിന്റെ രൂപം ഭയാനകരമായിരുന്നു. ആരുടെ മുന്നിലും രൂപം മാറി വരൂല. ഒരേ കോലത്തിൽ, ഒരേ രൂപത്തിൽ, ഒരേ ഭാവത്തിൽ ആര് കണ്ടാലും ഭയന്ന് വിറച്ചു പോകുന്ന ഭയനിഹ്വരമായ ചുറ്റുപാടിലാണ് മുൻകർ നക്കീർ കടന്നു വരുന്നത്. അവിടെ അബൂ യസീദുൽ ബിസ്താമിയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ ഖിദ്മത്ത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോൾ അല്ലാഹുവേ, പടച്ചവനെ, നിങ്ങളെങ്ങനെ രക്ഷപ്പെടും ഉസ്താദുമാരെ? നമ്മളെങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്? അലിമീങ്ങളെ, അഫ്ളീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക, അറബി കോളേജിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക, ഖുർആനിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക. അത് പൊട്ടച്ചിറ അൻവരിയ അറബ് കോളേജിന് മാത്രമല്ല, വല്ലപ്പുഴ നജാത്തിനെ പോലെയുള്ള, നെല്ലായ ഉസ്താദിന്റെ സ്ഥാപനം പോലെയുള്ള, പട്ടിക്കാട് ജാമിയ നൂരിയെ പോലെയുള്ള, ചെമ്മാട് ദാറുൽ ഹുദ പോലെയുള്ള, എന്റെ പ്രിയമുള്ളവരെ, നന്ദി ദാറുസ്സലാം പോലെയുള്ള, വാഫി പോലെയുള്ള, വഫിയ പോലെയുള്ള ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ആശ്വാസമാണെങ്കിൽ അത്, ഒരു കപ്പ് വെള്ളമാണെങ്കിൽ അത്, ഒരു സാന്ത്വനവാക്കാണെങ്കിൽ അത് മറക്കല്ലേ. അത് നിങ്ങളുടെ പേരിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലാഹു സ്വീകരിക്കുന്ന ഒരു അമലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. അല്ലാതെ ഗ്യാരണ്ടിയില്ല ഖബറിന്റെ കത്തളത്തിലേക്ക് കടന്നതില്ല. സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് ഖബറിന്റെ അകത്ത് കിടന്നാൽ പിന്നെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ അദാബുകളാണ്. സ്വാലിഹീങ്ങളല്ലെങ്കിൽ പിന്നെ ഖബറിന്റെ അകത്ത് വരുന്നതെന്താ? ഇബാദത്ത് ചെയ്യാത്തവരാണെങ്കിൽ, തലമറക്കാത്തവരാണെങ്കിൽ, നിസ്കരിക്കാത്തവരാണെങ്കിൽ, നോമ്പ് പിടിക്കാത്തവരാണെങ്കിൽ, അല്ലാഹുവിനെ ഭയപ്പെടാത്തവരാണെങ്കിൽ, വാള് കേൾക്കുമ്പോ ആ ഭയം ഇങ്ങനെ വരിക, വാള് കിടന്നിട്ട് പോകുമ്പോ പിന്നെ തോന്നിയതുപോലെ നടക്കുക. ഈ പൊട്ടച്ചിറയിൽ നിന്ന് വാള് കിടന്നിറങ്ങുമ്പോ ആയിരക്കണക്കിന് സഹോദരിമാർ ണ്ട്. ഇടുങ്ങിയ റോഡും വഴിയുമാണ്. പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ചിറങ്ങുമ്പോ എന്റെ പെങ്ങളെ, നീ ഒന്ന് ശ്രദ്ധിക്കണേ. ബീവിയുമ്മാടെ ആണ്ടിന് വന്ന് കബറുന്ന വിഷയം കേട്ട് കരഞ്ഞ് ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദിന്റെ ദുആക്കൊക്കെ ആമീൻ പറഞ്ഞ്
കണ്ണയോടെ ഇറങ്ങിപ്പോകുമ്പോ കാമുകനോട് കണ്ണയക്കാറുള്ള മനസ്സ് വന്നോ, പിന്നെ ഏത് മജ്‌ലിസിലാണ് പൊന്നുമോളെ നീ രക്ഷപ്പെടുന്നത്? എന്റെ ചെറുപ്പക്കാരാ, എത്ര വാല് കേട്ടാലും എത്ര വാല് പറഞ്ഞാലും ഒരു സുഖരസത്തിന് ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കളയുന്ന എന്റെ ചെറുപ്പക്കാരാ, കാമുകിമാർക്ക് വേണ്ടി, ദുനിയാവിന് വേണ്ടി, വികാരത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, സുഖരസങ്ങൾക്ക് വേണ്ടിയിട്ട് പടച്ചവനെ മാറ്റിവെച്ചാൽ ആ കബറിന്റെ അകത്ത് നിന്റെ മയ്യത്ത് പൊതിഞ്ഞു കൊണ്ടുവെക്കുമ്പോൾ ആ കബർ നിന്നോട് പറയുന്നതെന്തറിയോ? ഫഇന്നൽ യൗമ അലൈക നിഖ്മാ, ഫഇന്നൽ യൗമ അലൈക നിഖ്മാ. ഇന്നത്തെ ദിവസം നിനക്ക് അദാബ് തന്നെയാണ്, നിനക്ക് രക്ഷയില്ല. കള്ളു കുടിച്ചുകൊണ്ട് നടന്നില്ലേ, ലഹരി ഉപയോഗിച്ചുകൊണ്ട് നടന്നില്ലേ, പാവപ്പെട്ടവന്റെ വസ്തു അപഹരിച്ച് വെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിച്ചില്ലേ, അനാഥ മക്കളെ സ്വത്ത് കൈയിട്ട് വാരിയില്ലേ, പള്ളിക്ക് വേണ്ടി പള്ളി വെക്കാൻ വേണ്ടി പണം പിരിച്ചിട്ട് കുമ്പയും കുടുംബവും വളർത്തിയില്ലേ. അതുകൊണ്ടല്ലയോമ ഇന്നത്തെ ദിവസം നിനക്ക് തന്നെയാണ് അദാബ്, ഇന്നത്തെ ദിവസം നിനക്ക് തന്നെയാണ് അദാബ്. അന്ന് ദുനിയാവിൽ കൈയടിച്ചവരില്ല, അന്ന് ദുനിയാവിൽ ലൈക്കടിച്ചവരില്ല, അന്ന് ദുനിയാവിൽ സപ്പോർട്ട് ചെയ്തവരില്ല, അന്ന് ദുനിയാവിൽ ഞാനുണ്ടടാ എന്ന് കൂടെ നിൽക്കാൻ സമാധാനത്തിന് വാക്ക് തന്നവരാരുമില്ല. ഖബറിന്റെ അഗാധമാകുന്ന കുറ്റാൻകുറ്റിരുട്ടിന്റെ കത്ത് നിനക്ക് അദാബ് തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ പരസ്യമായി തെറിവിളിച്ച അബൂലഹബിന്റെ ഖബറിനിക്കൊന്ന് കാണണം. അല്ലോ, ആരാണ് അബൂലഹബ്? ആരാണ് അബൂലഹബ്? തബ്ബല്ലക യാ മുഹമ്മദ്, ഏ മുഹമ്മദേ നീ നശിച്ചു പോകുമടാ എന്ന് ഞങ്ങളുടെ ചങ്കിന്റെ ചോരയായ മുത്തുനബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ അബൂലഹബ്. എങ്ങനെ കഴിയണോ ഒരു മനുഷ്യനെങ്ങനെ പറയാൻ? എങ്ങനെ കഴിയുന്നു ഒരു മനുഷ്യനെങ്ങനെ പറയാൻ? നീ നശിച്ചു പോകുമടാ മുഹമ്മദേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ പേമാരി പെയ്തിറങ്ങി. തബ്ബത്ത് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അബൂലഹബേ നീ നശിച്ചു പോയവനാണ്, ആരും നിന്നെ സഹായിക്കില്ല, നിന്റെ പണവും നിന്റെ പിടിപാടും നിനക്ക് ഹെൽപ്പ് ചെയ്യുകയില്ല. അങ്ങനെ ഖുർആൻ ശപിച്ച അബൂലഹബിന്റെ ഖബർ എന്താകുമെന്നറിയാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഒരു ആകാംക്ഷ. ദ്വാരക്കുന്നു, അല്ലാ ഒന്ന് കാണിച്ചുതാ അല്ലാ. ഇവിടെ നിന്ന് നോക്കുമ്പോ കാണാൻ കഴിയില്ല. എവിടെയാണ് അബൂലഹബ്? ആ അബൂലഹബിന്റെ ഖബറിന്റെ അകാരമാറ ഗർത്തത്തിന്റെ അവസ്ഥ എനിക്കൊന്ന് കാണിച്ചുതാ അല്ലാ. ഇത് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോ ആ കണ്ണീരിന് ഇജാബത്ത് അല്ലാഹു കൊടുക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു ഉറക്കത്തിൽ അബൂലഹബിനെ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പിറ്റേന്ന് പ്രഭാതം പൊട്ടി വിടുന്നപ്പോ ജനങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, അറിഞ്ഞോ അബൂലഹബിന് അല്ലാഹു ഖബറിന്റെ അകത്ത് കൊടുത്തതെന്തെന്നറിഞ്ഞോ? നബിതങ്ങളെ പരസ്യമായി ആക്ഷേപിച്ചതിന് പകരമായി, ആരംഭ റസൂലിനെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തിയതിന് പകരമായി അബൂലഹബിന് ഖബറിന്റെ അകത്ത് കൊടുത്തതെന്തെന്നറിഞ്ഞോ? എന്തേ അബൂലഹബേ നിന്റെ ഖബറിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ അബൂലഹബ് പറഞ്ഞു, പത്രേ സുർതു ഇലന്നാരി ഫിൽ അദാബ്, പരലോകത്ത് ഞാൻ കിടക്കാൻ പോകുന്ന നരകമെന്ന വാസസ്ഥലത്തിന്റെ തീക്കട്ടകൾ എന്നെ വല്ലാതെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് പോലും എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സെക്കൻഡ് പോലും എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവേ, ഒരു വാക്കുപോലും മുത്തറബിതങ്ങൾക്കെതിരെ പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ഒരു വാക്കുപോലും അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കുന്നവരായി ഞങ്ങളെ മാറ്റല്ല റബ്ബേ.
ഞങ്ങൾ വിനയാന്യതരായി റൗള ശരീഫിന്റെ മുറ്റത്ത് പോയി നിൽക്കുന്നവരാണ്. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കച്ചവടം ചെയ്യുന്നവരല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെ സങ്കടപ്പെടുത്താൻ ഇടവരുത്തല്ല പടച്ചവരെ. ആ മുത്ത് റസൂലിനെ ആക്ഷേപിക്കാൻ ഇടവരുത്തല്ല അല്ലാഹ്. അബൂലഹബ് നരകത്തിന്റെ അഗാധമായ തീക്കൊണ്ടാർ സ്വന്തം ഖബറിന്റെ അകത്ത് കത്തിയാളി അഗ്നിഗോളത്തിന്റെ അകത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമ്പോ സുബ്ഹാനല്ലാഹ്, മുത്ത് റസൂൽ പറഞ്ഞ ഒരു ദുആ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ പൊട്ടച്ചിറക്കാരാ? ആ ദുആ നിന്റെ ജീവിതത്തിന്റെ വലിയ വിജയത്തിന് തുടക്കമാകട്ടെ. ആ ദുആ നിന്റെ ഖബറിലേക്കുള്ള യാത്രയുടെ സന്തോഷത്തിന്റെ വർത്തമാനത്തിന് കാരണമാകട്ടെ. ഈ ദുആ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ്. പൊട്ടച്ചിറയിൽ വന്ന ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾക്കത് പറഞ്ഞു തരികയാണ്. എല്ലാവർക്കും ഒറ്റ വരിയേ ഉള്ളൂ, പക്ഷെ ജീവിതത്തിൽ മറക്കരുത്. ഒരു പ്രിയപ്പെട്ട സഹോദരി എന്ന് അബൂദാബിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഉസ്താറെ, പൊട്ടച്ചിറ ബീവിയുമ്മാടെ മക്കാമിൽ നിങ്ങൾ വെച്ചിരുന്ന ഒരു കവറ് മിഠായിക്ക് 10,000 രൂപ ഞാൻ നിങ്ങളെ വീട്ടിൽ എൻ്റെ കുടുംബക്കാരുടെ കയ്യിൽ കൊടുത്തയച്ചു കൊള്ളാം. എൻ്റെ നാട്ടുകാരാണ് അവർ, അബൂദാബിയിലാണ് താമസം. നിങ്ങളുടെ വീട്ടിൽ ഞാൻ കൊടുത്തയച്ചു കൊള്ളാം. അത് നിങ്ങൾ ഒരു പാക്കറ്റ് എനിക്ക് പൊട്ടച്ചെറിയ നീ വീട്ടിൽ വരുമ്പോൾ കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കണം. അതിൻ്റെ കൂടെ ഉസ്താദ് ഇന്നലെ പറഞ്ഞ അൽ അസ്ഗർ എന്ന് പറയുന്ന സുവനീർ ഉണ്ടല്ലോ, അതും എനിക്കൊരെണ്ണം വേണം. വല്ലാഹി റബ്ബ് സത്യം, സിംല എന്നാണ് ആ സഹോദരിയുടെ പേര്. ഇപ്പൊ ലൈവായി ഒരു പക്ഷേ ആ സഹോദരി പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ സഹോദരിയും ഭർത്താവും കുടുംബവും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഒരു പക്ഷേ പൊട്ടച്ചിറ അൻവരി അറബി കോളേജ് കണ്ടിട്ടുണ്ടാവില്ല, ഇവിടെ വന്നിട്ടുണ്ടാവില്ല, ഇവിടെ ആരെയും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദുമാർ നിർമ്മിച്ചു പുറത്തിറക്കിയ സുവനീർ വേണമെന്ന് ആവശ്യപ്പെടുന്നത് ജീവിതത്തിൽ ഇന്നുവരെ പൊട്ടച്ചിറയുടെ മണ്ണിൽ കാലുവെക്കാത്ത ഒരു പ്രിയപ്പെട്ട പെങ്ങളാണ്. നിങ്ങളുടെ മുന്നിലൂടെ മുത്തഅല്ലിമീങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ 200 രൂപയ്ക്ക് വാങ്ങാൻ അത് വേളയും വാളയും ഒന്നും അല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അതിന് വലിയ രുചിയില്ലല്ലോ, സുവനീർ കഴിച്ചാൽ വയറ് നിറയില്ലല്ലോ, ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് നിങ്ങളുടെ കൽബങ്ങോട്ട് ചേർന്നിരിക്കുകയാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. മുത്തഅല്ലിമീങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരല്പമെങ്കിലും കഴിവുള്ളവരത് വാങ്ങണം. ആകെ ഒരു 200 രൂപ കൊടുത്തിട്ട് വാങ്ങാൻ അതൊരു വലിയ സംരംഭമല്ലേ? നമുക്കത് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ഈ മജ്‌ലിസിനെ, ഇവിടുത്തെ സ്ഥാപനത്തെ, ഉസ്താദുമാരെ, ആലിമീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. നമ്മൾ ചെയ്തു കൊടുക്കണം, നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ അതൊക്കെ. അർഹമുർ റഹീമായ റബ്ബ് അതിനൊക്കെ നല്ല പ്രതിഫലം നമുക്ക് തരുമാറാകട്ടെ. അതിനൊക്കെ നല്ല കൂലി അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദുആ പറഞ്ഞു തരികയാണ്. അല്ലാഹുമ്മ അജ്അൽ ഖൈറ അയ്യാമി യൗമ അൽഖൈതുക ഫീ. ഒറ്റവരി ദുആ. അല്ലാഹുമ്മ അജ്അൽ ഖൈറ അയ്യാമി യൗമ അൽഖൈതുക ഫീ. അല്ലാഹുമ്മ അജ്അൽ ഖൈറ അയ്യാമി, എന്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം, എന്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം യൗമ അൽഖൈതുക ഫീ, നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം, അഥവാ ഞാൻ മരിക്കുന്ന ദിവസം, എന്നെ ഖബറിൽ കൊണ്ടുവെക്കുന്ന ദിവസമാക്കണം അല്ലാഹ്. എത്ര അർത്ഥവത്തായ സാരവത്തായ ദുആയാണ്. മറക്കാതെ പഠിച്ചു വെച്ചിട്ട് ദ്വാരക്കണം എന്നും എപ്പോഴും. അല്ലാഹുമ്മ അജ്അൽ ഖൈറ അയ്യാമി യൗമ അൽഖൈതുക ഫീ, നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാക്കണേ അല്ലാഹ്, ഏറ്റവും നല്ല ദിവസമാക്കണേ അല്ലാഹ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം നിങ്ങൾക്കറിയോ പെങ്ങളെ? എത്രയോ അത്ഭുതവും അതിശയവും കൗതുകവും നിറഞ്ഞതാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ പടച്ചവനെ, ഇസ്ലാമിക ചരിത്രത്തിൽ അത്യത്ഭുതം രചിച്ച മഹാനുഭാവനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, നിങ്ങളിൽ ഒരാൾ ഒറ്റപ്പെട്ടു മരുഭൂമിയുടെ ഉള്ളറയിൽ ഒറ്റപ്പെട്ടു മരിച്ചു കിടക്കുമെന്ന് മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ ഒരുപാട് സ്വഹാബികൾ അവിടെയുണ്ട്. അല്ലാഹുവേ,
കാലം ഒരുപാട് കഴിഞ്ഞുപോയി. അബൂദർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണസമയത്ത് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു ഒരു യാത്ര പോവുകയാണ്. കൂടെ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു യാത്ര പോകുമ്പോൾ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ക്ഷീണം വന്നുകൊണ്ട് മരുഭൂമിയിലങ്ങ് തളർന്നു വീഴുകയാണ്. ക്ഷീണം വന്ന് മരുഭൂമിയിൽ തളർന്നു വീണ മഹാനായ അബൂദർ റളിയല്ലാഹു തആല പെട്ടെന്ന് ചിന്തിച്ചത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഒറ്റപ്പെട്ട് നിങ്ങളിൽ ഒരാൾ മരുഭൂമിയിൽ മരിച്ചു വീടുമെന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ചിന്തിച്ചുകൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. കാരണം എന്തെന്നറിയോ? അന്ന് തന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പൊ മരണപ്പെട്ടിരിക്കുകയാണ്. അന്ന് ആ സരസിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരണപ്പെട്ടിരിക്കുകയാണ്. ഇനി ഞാൻ മാത്രമാണ് റബ്ബേ. അപ്പൊ ഒറ്റപ്പെട്ട് മരിക്കുന്നത് ഞാനാകുമല്ലോ. മക്കളടുത്തു വന്നു. മക്കളോട് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ, വാപ്പയിന്ന് മരിക്കും മക്കളെ, വാപ്പയിന്ന് മരിക്കും മക്കളെ. ആ പ്രിയപ്പെട്ട മക്കള് വാപ്പയോട് പറഞ്ഞു, വാപ്പാ എങ്ങനെയാണ് പൊതിയുക? വാപ്പ കൊണ്ടുവന്ന സഞ്ചിക്കകത്ത് കഫം പുടവ വല്ലതുമുണ്ടോ? ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു മക്കളോട് പറയുന്നു, നസീത്തുഹാ, ആ തുണി വാങ്ങി വെക്കാൻ മറന്നുപോയി. ഞാനതൊന്നും ആലോചിച്ചില്ല. എന്റെ ഭൗതിക ലോകത്ത് എനിക്കൊരു സമ്പാദ്യവുമില്ല. എന്റെ ഭൗതിക ലോകത്ത് എനിക്കൊരു സമ്പാദ്യവുമില്ല. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ തുണി വാങ്ങി വെക്കാൻ ഞാൻ മറന്നുപോയി മക്കളെ, ആ തുണി വാങ്ങി വെക്കാൻ ഞാൻ മറന്നുപോയി. മക്കൾ പറയുന്നു, വാപ്പാ ഞങ്ങളുടെ കയ്യിൽ സമ്പത്തൊന്നുമില്ലല്ലോ, നമ്മൾ എന്താ ചെയ്യുക? മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വഴിയിൽ നിങ്ങൾ എന്റെ മയ്യത്ത് കൊണ്ടുവെക്കണം. എന്നിട്ട് നിങ്ങൾ വിളിച്ചു പറയണം, എന്നിട്ട് നിങ്ങൾ വിളിച്ചു പറയണം, ആദി ജനാസത്തു ഹബീബ് റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹബ്ബീങ്ങളിൽപ്പെട്ട ഒരു മുഹബ്ബിന്റെ മയ്യത്താടിതെന്ന് വിളിച്ചു പറയുക. ആരെങ്കിലും കനിവ് തോന്നി വന്നിട്ട് എന്നെ കബറടക്കി കൊള്ളുമെന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് കൊള്ളക്കാരുടെ നാട്ടിൽ നിന്ന് കടന്നു വന്നുകൊണ്ട് കരങ്കവർന്ന് ഇസ്ലാം മതം സ്വീകരിച്ച മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊക്കെ പറഞ്ഞു അത് മുഴുവനും ഈ ദുനിയാവിന്റെ മണ്ണിൽ ചെയ്ത മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവാണ് അത് പറഞ്ഞത്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്ന അതേ വസ്ത്രത്തോടെ മയ്യത്തെടുത്തു കൊണ്ടുവെക്കുകയാണ്. കബർ വെട്ടാൻ ആ മക്കളുടെ കയ്യിലൊന്നുമില്ല, അവർക്ക് കഴിയില്ല. ഒരു കഫം പുടവ വാങ്ങാനുള്ള സമ്പാദ്യം ആ മക്കളുടെ കയ്യിലില്ല. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് മക്കൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാരുടെ മയ്യത്താണ്? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹബീബിന്റെ ഒരു മഹബൂബിന്റെ മയ്യത്താണ്. ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു യാത്രാസംഘം വരികയാണ്. അതിനകത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. കൂടെയുള്ളവർ പറഞ്ഞു, നോക്കണേ, അതാ അവിടെ ഒരു മയ്യത്ത് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓടി ചെല്ലുകയാണ്. ആ മയ്യത്തിന്റെ അടുത്തിരുന്നു കൊണ്ട് മക്കള് പറയുന്നു, അതാ ഹാദിഹി ജനാസത്തു ഹബീബ് റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു മഹബൂബിന്റെ മയ്യത്താണിത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ മുഖത്തുനിന്ന് തുണി അങ്ങോട്ട് മാറ്റുക. ആ തുണി അങ്ങോട്ട് മാറ്റിയപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പൊട്ടി കരയുകയാണ്. സ്വഹാബത്തിനോട് പറയുന്നു, ആരാണിതെന്നറിയോ? ഇത് ഞങ്ങളുടെ അബൂദറാണ്. എത്രയോ യതീമീങ്ങളെ സഹായിച്ച അബൂദറാണ്.
എത്രയോ പാവപ്പെട്ടവർക്ക് ആശ്വാസം കൊടുത്ത അബൂദറാണ്, എത്രയോ ദീനിന്റെ ഖിദ്മത്ത് ചെയ്ത അബൂദറാണ്. ആ അബൂദറിൽ നിന്ന് കഫൻ തുണിയില്ലയോ, ആ അബൂദറിൽ നിന്ന് ഖബറില്ലയോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമോ, ആ യാത്രാ സംഘത്തിലെ 12 ആളുകൾ ചേർന്ന് പിരിവിട്ട് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കഫൻ പുടവ വാങ്ങി ഖബറടക്കാനുള്ള സൗകര്യം ചെയ്തുവെന്നാണ്. എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുമ്മ ജ്അൽ ഖൈറ അയ്യാമി യൗമ അൽഖൈതുക ഫീ. ഈ ഓർമ്മകൾ മരിക്കരുത് പെങ്ങളെ, ഈ ഓർമ്മകൾ മരിക്കരുത്. പൊട്ടച്ചിറാൻ വരിയ അറബി കോളേജിന്റെ മണ്ണില് ഈ വർഷവും എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയായ ഖാദി ഉസ്താദിനോട്, പ്രിൻസിപ്പളാണ് യൂസുഫ് ഉസ്താദിനോടൊക്കെ പറഞ്ഞതാണ്, അസ്രവൻ മരിയോട് പറഞ്ഞതാണ്. എല്ലാ വർഷവും ഇങ്ങനെ നുസാറുവാക്കം ഇങ്ങനെ വരുമ്പോ ജനങ്ങൾക്ക് തന്നെ ഒരു അരോചകത്വം തോന്നില്ലേ? അതുകൊണ്ടൊന്ന് മാറ്റാൻ പറയുമ്പോ ഈ വർഷവും നിങ്ങൾ തന്നെ വേണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ പറഞ്ഞതാണ്. പേരും പെരുമയ്ക്കും വേണ്ടി പറഞ്ഞതല്ല. ഈ സ്ഥാപനത്തിന് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന രീതിക്ക് അത് വീണ്ടും സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. പക്ഷേ എന്റെ സഹോദരിമാരോട് പറയുകയാണ്, ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ മരിച്ചാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആരക്കും. ഞാൻ അറിഞ്ഞാലെന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാനാണ് മരണപ്പെടുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പാവപ്പെട്ടവന് വേണ്ടി ദുആരക്കണം. കാരണം എന്തെന്നറിയോ? എന്റെ ജീവിതത്തിലെ ആകെ പ്രതീക്ഷ, എന്റെ ജീവിതത്തിലെ ആകെ പ്രതീക്ഷ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ഈ പാതിരാവിന്റെ ശബ്ദകോലാഹലങ്ങൾ മാത്രമാണ്. അല്ലാതെ ദുനിയാവിന് വേണ്ടി ഓടുമ്പോ പെങ്ങള് ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കുക. ഭർത്താവിനെ എരിപിരി കൊള്ളിപ്പിച്ചിട്ട് വീടിന്റെ മോഡൽ മാറ്റാനും ശരീരത്തിന്റെ ആഭരണം കൂട്ടാനും ദുനിയാവിന്റെ കെട്ടഴിഞ്ഞ കുത്തഴിഞ്ഞ ജീവിതത്തിന്റെ അടുക്കജാലിൽ കിടന്ന് കൈകാലിട്ടടിച്ചിട്ട് നരകം വാങ്ങാൻ ഓടി നടക്കുന്ന പെണ്ണേ, എവിടെ വെച്ച് എപ്പോഴെങ്ങനാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. യാ ഖാദിമൽ ജിസ്മികം തസ്ആലി ഖിദ്മതിഹി അത്തതുലുബു റിബുഹു മിൻ മാ ഫീഹി ഖുസ്റാനു. ശരീരത്തിന് വേണ്ടി ഓടിയവരെ നിങ്ങൾ എന്ത് നേടി? ശരീരത്തിന് വേണ്ടി ഓടിയവരെ നിങ്ങൾ എന്ത് നേടി? ഖബറുകളുടെ അടുത്ത് വന്ന് കരഞ്ഞിട്ട് പറയുകയാ, ശരീരത്തിന് വേണ്ടി ഓടിയവരെ നിങ്ങൾ എന്ത് നേടി? ആയിരക്കണക്കിന് ഖബറിന്റെ മൂകത തളം കെട്ടി നിൽക്കുമ്പോ ആ ഖബർ നോക്കിയിട്ട് പറയുകയാണ്, ശരീരത്തിന് വേണ്ടി ഓടിയവരെ നിങ്ങൾ. പ്രിയപ്പെട്ട പൊന്നുമോനൊരു പാട്ടുപാടി, അല്ലാഹുവേ, പാടി മുടിവിപ്പിക്കുന്നതിന് മുമ്പ് ആ പ്രിയപ്പെട്ട തങ്കക്കുടം പൊട്ടിക്കരഞ്ഞു. സ്റ്റേജിലിരുന്ന ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദ് പൊട്ടിക്കരഞ്ഞു. എന്തേ സംഭവമെന്ന് ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞത്, അവന്റെ പൊന്നാര ഉമ്മച്ചി മരിച്ചിട്ട് 4 മാസമേ ആകുന്നുള്ളൂ. അവന്റെ പൊന്നാര ഉമ്മച്ചി മരിച്ചിട്ട് 4 മാസമേ ആകുന്നുള്ളൂ. ആ ഉമ്മ പൊന്നുമോന് തയ്യാറാക്കി കൊടുത്തത് നബിദിനത്തിന് പ്രസംഗിക്കാൻ ഖബർ ജീവിതത്തിന്റെ പ്രസംഗമാണ്. നബിദിനത്തിന് മോന് പള്ളിയിൽ പ്രസംഗിച്ച് അവാർഡ് വാങ്ങാൻ വേണ്ടി എഴുതി കൊടുത്തത് ഖബർ ജീവിതത്തിന്റെ വേദനിപ്പിക്കുന്ന പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുടെ പ്രഭാഷണമാണ്. ആ ഉമ്മ ക്യാൻസർ രോഗം വന്ന് മരണപ്പെട്ടു പോയി. ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അതുകൊണ്ട് നബിദിനത്തിന് പാട്ടുപാടിയത് എപ്പോഴും മുത്തുനബിയെ കുറിച്ച് പാടിയ പ്രിയപ്പെട്ട പൊന്നുമോൻ മൈക്കിന്റെ മുമ്പിലേക്ക് വന്ന് കരഞ്ഞ് സലാം പറഞ്ഞിട്ട് ആ കുഞ്ഞു ശബ്ദം കൊണ്ടുപാടി, മാമരം കോച്ചിടുമി കുളിരിലെ മണ്ണിൽ കിടക്കണ പൊന്നുമ്മ, കോരിരുൾ നീന്തിടുമി അരികത്തെ പള്ളിപ്പറമ്പിലാണെന്റുമ്മ. മാമരം കൊച്ചിടുമി കുളിരിലെ മണ്ണിൽ കിടക്കണ പൊന്നുമ്മ, കോരിരുൾ നീന്തിടുമി അരികത്തെ പള്ളിപ്പറമ്പിലാണെന്റുമ്മ. അല്ലാഹുവേ, പടച്ചവനെ, മക്കൾക്ക് താങ്ങാൻ പറ്റുവോ? ആർക്കാണ് സഹിക്കാൻ പറ്റുക? MD ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രിയപ്പെട്ട കുഞ്ഞുമോൻ അവിടെ നിന്ന് കുറെ നേരം ഞാൻ ശ്രദ്ധിച്ചു.
അവനും നഗത്തേക്ക് കയറി വന്നാൽ കൊള്ളാമെന്നുണ്ട്, അവനും നഗത്ത് കയറി വന്നെന്തോ പറയണമെന്നുണ്ട്. അവസാനം ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോ നഗത്തേക്ക് കയറി വന്നു. എന്നിട്ട് എന്റെ അടുത്തേക്ക് വന്ന്, അസ്സലാമു അലൈക്കും ഉസ്താദേ, എന്റെ ഉമ്മയുടെ ഉമ്മാക്ക് ക്യാൻസറാണ്, നിങ്ങൾ ദുആരക്കണം. എന്റെ ഉമ്മയുടെ ഉമ്മാക്ക് ക്യാൻസറാണ്, നിങ്ങൾ ദുആരക്കണം. ഒരു പക്ഷേ പെങ്ങളെ നീ പറഞ്ഞു വിട്ടതാകാം ഉസ്താദിനോട് പറയാൻ. എന്നാലും അത് പറയുമ്പോ ആ പ്രിയപ്പെട്ട കുഞ്ഞുമോന്റെ മുഖഭാവം പോലും എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയെങ്കിൽ, എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, ഏതു രൂപത്തിലാണ്, ഭാവത്തിലാണ് മരിക്കുന്നതെന്നറിയാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരെ, അല്ലാഹുമ്മ ജ്അൽ ഖൈറ അയ്യാമി യൗമ അൽഖൈതുക ഫീ, ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് ഏറ്റവും നല്ല സമയമാക്കി നീ മാറ്റണേ അല്ലാഹ്. കം തറകൂ ജന്നാത്തിൻ വഉയൂൻ, എത്ര കൊട്ടാരങ്ങളിൽ ആളില്ല, എത്ര മാളികാ സൗധങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു, എത്രയോ സുഖരസങ്ങളുടെ സൗധങ്ങളുടെ സൗകുമാര്യങ്ങളുടെ ഉടമസ്ഥരായിരുന്നവരൊക്കെ ഇന്ന് കാണാനില്ല. വസുറൂഇൻ വമഖാമിൻ കരീം വനിഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, എത്രയോ സുഖം രസിച്ചവരാണ്, ആനന്ദതന്തുലിതായി നൃത്തം ചവിട്ടിയവരാണ്. എല്ലാവരും പോയില്ലേ, എല്ലാവരും യാത്ര പറഞ്ഞു പോയില്ലേ. അതുകൊണ്ട് അമൽ ചെയ്യുക, ഇബാദത്ത് ചെയ്യുക, കഷ്ടപ്പെടുക, ത്യാഗം ചെയ്യുക. അല്ലാഹുവേ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുത്ത ഒരു ആയത്തിന്റെ വിശദീകരണം ഗൗരവത്തോടെ പറയാനുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖുർആൻ പറഞ്ഞു, ഫമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്കാ, അല്ലാഹുവിന്റെ ദിക്ർ മറന്നു പോയവർക്ക്, അല്ലാഹുവിന്റെ സ്മരണ മറന്നു പോയവർക്ക് ഇടുങ്ങിയ ജീവിതമാണ് അല്ലാഹു കൊടുക്കുന്നതെന്ന് പറയുമ്പോ സഹാബികൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് ഈ ഇടുങ്ങിയ ജീവിതം എന്നത് എവിടെയെന്നറിയോ? ഓ, ഇടുങ്ങിയ ജീവിതം എന്നത് എവിടെയെന്നറിയോ? അത് കബറിന്റെ അകത്താണ്, അത് കബറിന്റെ അകത്താണ്, അത് കബറിന്റെ അകത്താണ്. അവിടെ സിത്തീനുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. സഹാബികൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, യാ ഹബീബല്ലാഹ്, അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ ഇടുങ്ങിയ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കബറാണ്. ആ കബറിന്റെ അകത്ത് തിന്നീനുണ്ട്, ആ കബറിന്റെ അകത്ത് തിന്നീനുണ്ട്, ആ കബറിന്റെ അകത്ത് തിന്നീനുണ്ട്. സഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, തിന്നീനെന്ന് പറഞ്ഞാ ഞങ്ങൾക്ക് മനസ്സിലായില്ല, തിന്നീനെന്ന് പറഞ്ഞാ ഞങ്ങൾക്ക് മനസ്സിലായില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, 99 ഹയ്യാ, 99 പാമ്പുകളാ, 99 പാമ്പുകളാ. മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതല്ല, മനുഷ്യൻ സൂക്ഷ്മദർശിനി വെച്ച കബറിന്റെ അകത്ത് ശാസ്ത്രലോകത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ പുരോഗതിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ആ കബറിന്റെ അകത്ത് അങ്ങനെ പരിശോധന നടത്തിയാൽ കണ്ടെത്താൻ കഴിയൂല. എന്താണ് റസൂലേ തിന്നീ? 99 ഹയ്യാ, അത് 99 പാമ്പുകളാ, അത് 99 പാമ്പുകളാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ലികുല്ലി ഹയ്യത്തിൻ 9 റൂസ്. ഇത് റസൂലുള്ളാഹിയുടെ വാക്കാ. ഇത് നൗസാദ് വാഹബ് പൊട്ടച്ചറയിൽ വന്നവരെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് പരസഹിതമാകാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. ആ ഓരോ പാമ്പിനും 9 തലകളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിലവിളിക്കുന്നവർ, ബോധം കെട്ട് വീടുന്നവർ, നെഞ്ചപ്പടിച്ച് കരയുന്നവർ, അല്ലാഹുവേ പടച്ചവര്, ആ ചതിയിൽ നിന്നെല്ലാം ഞങ്ങളെ കാക്കണയല്ലോ, ആ ചതിക്കുടിയിൽ നിന്നല്ല, പിശാചിന്റെ കനിവലകളിൽ വീണുകൊണ്ട് നരകാഗ്നിയുടെ പടുംകുടിയിൽ ചെന്നാപതിച്ചു പോകുന്ന അറാമിയത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണയല്ലോ. എന്റെ പൊട്ടച്ചിറയിൽ വന്ന് പ്രിയപ്പെട്ടവരെ,
നമ്മുടെ മനസ്സിന്റെ സംസ്കരണത്തിന് വേണ്ടി നമ്മുടെ ഹൃദയം പരിശുദ്ധമായ ഖബറിന്റെ അകത്ത് ചിതലും പുഴുക്കളും മാറിപ്പോകുന്നതാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു ഖൽബുണ്ടാക്കാ മദീനത്തെ മുറ്റത്തിരുന്നു കൊണ്ട് റസൂല് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതുവാ. സുബ്ഹാനല്ലാഹ്. ആ ദുആയാണ് ഇന്ന് സമാപനം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ദുആ നിങ്ങൾക്കൊരു നേട്ടമാണ്, നിങ്ങളുടെ മക്കൾക്ക് നേട്ടമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാതെ കൊണ്ട് നടന്നാൽ നേട്ടമാണ്. മനസ്സിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതായി മാറിയാ, അല്ലാഹുവിന്റെ പൊരുത്തമുള്ളതായി മാറിയാ, അല്ലാഹുവിന്റെ തൃപ്തിയുള്ളതായി മാറിയാ, കള്ളമില്ലാത്ത ചതിയില്ലാത്ത കളങ്കമില്ലാത്ത ഒരു മനസ്സായി മാറിയാ, ഈ പാമ്പിന്റെയും തേളിന്റെയും എണ്ണം കൂടുന്നത് സ്വഭാവങ്ങളുടെ എണ്ണമനുസരിച്ചാണ്. എത്ര ഫസാദ് പറഞ്ഞോ, എത്ര ഈബത്ത് പറഞ്ഞോ, എത്ര ദുർഗുണങ്ങളുണ്ടോ അതിനനുസരിച്ച് ഖബറിന്റെ അകത്ത് പാമ്പുകളുടെയും തേളുകളുടെയും എണ്ണം കൂടുമെന്നാണ്. അതുകൊണ്ട് ആ മനസ്സിനെ സംസ്കരിച്ചെടുത്തോ. നല്ല സ്വഭാവമുള്ള, ആരോടും വെറുപ്പില്ലാത്ത, ആരോടും എതിർപ്പില്ലാത്ത, ആരെയും സ്നേഹിക്കുന്ന മനസ്സിന്റെ ഉടമയായി എന്റെ പ്രിയപ്പെട്ടവരെ മാറിക്കൊള്ളുക. അല്ലാഹുവേ, അതിന് നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലോ, അതിന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലോ, അതിന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലോ. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് മുഴുവനും പറയുകയാണ്, ഒരു 6 മാസത്തിന്റെ അകത്ത്, ഒരു 6 മാസത്തിന്റെ അകത്ത് ഉസ്താദേ, എത്ര അത്ഭുതത്തോടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിന്റെ മുന്നോട്ടുള്ള യാത്രക്ക് വേണ്ടിയിട്ട് ഒരു 6 മാസത്തിന്റെ അകത്ത് ഒരു 2000 രൂപ വെച്ച് ഞങ്ങൾ കൊടുത്തുകൊള്ളാമെന്ന് പറയുന്ന ചെറിയ ഒരു തുക, ഒരു ചെറിയ തുക നിങ്ങളുടെ കയ്യിൽ സ്ലിപ്പ് തരികയാണെങ്കിലും എഴുതി വാങ്ങിക്കൊണ്ടുവരണം. അല്ലാഹുവേ, ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഒരേ ഒരു നിയ്യത്ത്, അതിന് ഒരേ ഒരു നിയ്യത്ത്, നമ്മുടെ ഖബറിന്റെ അകത്ത് അല്ലാ ഒരു സ്വാലിഹായ രൂപത്തെ ഞങ്ങളുടെ സമാധാനത്തിന് പറഞ്ഞു വിടണേ അല്ലോ. ഞങ്ങളുടെ ഖബറിന്റെ അകത്ത് ഒരു സ്വാലിഹായ രൂപത്തെ ഞങ്ങളുടെ സമാധാനത്തിന് പറഞ്ഞു വിടണേ അല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, പാരാവാരം പോലെ പൊട്ടച്ചിറയുടെ വിരിമാറിൽ പഠിച്ചുകൂടിയ പ്രിയപ്പെട്ട ജനസാഗരത്തിനോട് ആ ഒരു ആവശ്യം ഞാൻ പറയുകയാണ്. എണ്ണിയാലൊടുങ്ങാറ് പഠിച്ചുകൂടിയ പെങ്ങളെ, ഒരാൾ പോലും ഒഴിവാകണ്ട, ഒരാൾ പോലും ഒഴിവാകണ്ട, ഒരാൾ പോലും ഒഴിവാകണ്ട. ആർക്കാണ് കഴിയാത്തത്, ആർക്കാണ് കഴിയാത്തത്? ഒരു 2000 രൂപ വെച്ചിട്ട് കൊടുക്കാൻ കഴിയാത്തവരാർക്കാണ്? ഒരു 2000 രൂപ വെച്ച് കൊടുക്കാൻ കഴിയാത്തവരാർക്കാണ്? അർഹമുർ റഹീമായ റബ്ബേ, പടച്ചവരെ, എത്ര സഹോദരിമാരുണ്ട്. ഉമ്മ നിന്റെ പേരെഴുതാ, ഉപ്പ നിന്റെ പേരെഴുതാ, പെങ്ങളെ നിന്റെ പേരെഴുതാ, സഹോദരിമാരെ നിങ്ങളുടെ പേരെഴുതാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തമുള്ള അൻവരിയ എന്ന പ്രകാശത്തിന്റെ ഗേഹത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവേ, ഒരു 6 മാസത്തിനിപ്പുറത്ത് അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഒരു 2000 രൂപ കൊടുത്തുകൊള്ളാ. നിരപ്പ് എഴുതിക്കൊണ്ടുവരിക. എല്ലാവർക്കും പറയാൻ കഴിയുമല്ലോ. ഇവിടെ വന്ന മുതഅല്ലിമീങ്ങൾക്ക്, ആലിമീങ്ങൾക്ക്, സാദാത്യങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, അഭിദേകാംക്ഷികൾക്ക്, ദീനീ സ്നേഹികൾക്ക്, ഖാദിമീങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ കഴിയുമല്ലോ. ഒരാൾക്ക് പോലും കൊടുക്കാൻ കഴിയാത്തവരായി ഉണ്ടാവില്ല. ഞാൻ കൊടുത്തുകൊള്ളാം ഒരു 2000. എല്ലാ ഭാഗത്തും കടന്നു വരിക. അർഹമുർ റഹീമായ അല്ലാഹ്, ആ മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. സൗലംബിതൻ വരിയുടെ ഒരു നീളമുള്ള കടലാസ് കൊടുത്ത് ഓരോ വരിയുടെ ഭാഗത്തും ചെല്ലണം, എല്ലാവരുടെ മുന്നിലും ചെല്ലണം. ഒരാളെ ഒഴിവാക്കരുത്. പറയാത്തവർ പറയണ്ട, പറയുന്നവരുടെ പേരെഴുതുക. എല്ലാവരുടെ മുമ്പിലും ഒരു 6 മാസത്തെ കാലാവധി നമുക്കുണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ടൊരു കയ്യൊപ്പ് ചേർത്താൻ എല്ലാവർക്കും കൂടി ഞങ്ങളുണ്ട്. ബീവി ഉമ്മയോട് ഞങ്ങൾ ഉറപ്പ് പറയാൻ ഞങ്ങളുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഒടുക്കം വരെ ഞങ്ങളുണ്ട്. ഇനി ഇവിടെ ഇത് കഴിഞ്ഞാൽ ഒരു വലിയ ദുആയാണ് നടക്കാൻ പോകുന്നത്. ദുആയിലേറെ സദസ്സുകളിൽ ഇജാബത്തിന്റെ അത്ഭുതം വിരിയിച്ച ബഹുമാനപ്പെട്ടവരാണ് അൽഹംദുലില്ലാഹ് ഇവിടെ ദുആക്ക് വരുന്നത്. അതുകൊണ്ട് ഒരാളും ആ ദുആ കഴിയാതെ പിരിയരുത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മുത്തഅല്ലിമീങ്ങൾ എവിടെ? ആ ഭാഗത്ത് ആ ഒരു വരി അങ്ങനെ വരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ഒരു വരി അങ്ങനെ വരട്ടെ. ഫോൺ നമ്പരും അവരുടെ പേരും. 2000 രൂപ ഒരു 6 മാസത്തിനകത്ത് നമ്മുടെ കയ്യിൽ വരുന്ന ഒരു ചെറിയ തുകയല്ലേ ഉള്ളൂ. നമുക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റും. അർഹമുർ റഹീമായ പടച്ചവനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്റെ കയ്യിൽ ഒരുപാട് വലിയ ലിസ്റ്റുകൾ നേരത്തെ തന്നിരുന്നു. ഇൻഷാ അല്ലാഹ് അതൊക്കെ വായിക്കുന്നതിന് മുമ്പ് ഈ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ നിങ്ങളുടെ ചാരത്തേക്ക് വരികയാണ്. ഈ ഭാഗത്ത് പോയോ? ഈ ഭാഗത്ത് പോയോ? ഈ ഭാഗത്ത് പോയില്ല. പോയോ?
വേഗം ചെല്ലുക. പുറകിലൊക്കെ പെട്ടെന്ന് തന്നെ ആവട്ടെ. ഇവിടെ നിന്ന് ആള് തന്നെ ഏറ്റവും അവസാനം വരെ പോകണമെന്നില്ല. ഞാൻ ഇന്നലെ മഖാമിൽ മന്ത്രിച്ചു വെക്കാൻ പറഞ്ഞിരുന്ന ആ മനോഹരമായ മിഠായി ഇൻഷാ അല്ലാഹ് ഇപ്പൊ എടുത്തുകൊണ്ട് വരികയാണ്. അതിവിടെ കൊണ്ടുവച്ചിട്ട് നമുക്കൊന്ന് ദുആരക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അർഹമർ റഹീമായ പടച്ചതമ്പുരാൻ അവർക്കെല്ലാം നല്ല പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കൊളച്ചാലിൽ മൊയ്തീൻ നെല്ലിക്കുറിശി, അതിൽ നിന്ന് ഒരു പാക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, അവരവരാൽ കഴിയുന്ന ചെറിയ ഓരോ സംഭാവന ഈ മഹത്താര സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്ന മുഴുവൻ ആളുകളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കുളച്ചാലിൽ മൊയ്തീൻ എന്ന പ്രിയപ്പെട്ട സഹോദരന് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നീ കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ, ബിൽഡിംഗ് വിറ്റിട്ട് 10 പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കുന്നതിന് വേണ്ടി കുമ്പം അംസഹാജി അൽഹംദുലില്ലാ 50,000 രൂപ ദുആ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നു. കുലൂ തക്ബീർ. അല്ലാഹുവേ, പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാ 2000ന്റെ സ്ലിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. 2000ഉം 5000ഉം ഒക്കെ എഴുതി കൊടുത്ത സ്ലിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പറയാൻ പറ്റുന്നവരൊക്കെ ആ കുഞ്ഞിന്റെ കയ്യിൽ എഴുതി കൊടുക്കുക. അല്ലാഹുവേ, വലിയ കാലതാമസമില്ലാതെ പൊട്ടച്ചറ അൻവരിയക്ക് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ നിന്ന് ചെറിയ ഒരു സംഭാവന, എന്റെ കയ്യിൽ നിന്ന് നേരിയ ഒരു സംഭാവന എന്ന് പറഞ്ഞെഴുതി കൊടുക്കുന്ന ഈ സംഭാവനകളെ സ്വീകരിക്കണേ അല്ലാഹ്. സ്വർണ്ണാഭരണങ്ങൾ കുറെ വന്നിട്ടുണ്ട്. ഒരു സ്ത്രീ തന്റെ കിഡ്നിയുടെ രോഗം ശിഫിയാകാനും മരിച്ചവരുടെ പേരിൽ ദുആരക്കാനും ഒരു സ്വർണ്ണമോതിരം. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം പറയാണ്, ഇവിടെ 2 ദിവസവും മൈക്കും വെളിച്ചവും ഒക്കെ നമുക്ക് തന്നത് സൗദിയ സൗണ്ടാണ്. അവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില കുറച്ച് ചെയ്ത, ഏറ്റവും കൂടുതൽ കൂലിച്ചെലവ് മാത്രം വാങ്ങി ചെയ്ത ഒരു സദസ് പൊട്ടച്ചിറ അൻവരി അറബി കോളേജാണ്. അൽഹംദുലില്ലാ, അവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അവരുടെ ബിസിനസ്സിൽ അള്ളാഹു പുരോഗതി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഇവിടുത്തെ ലൈവ് ചെയ്യുന്നവരും സ്ക്രീൻ വെക്കുന്നവരും അതുപോലെ തന്നെ പൈസ കുറച്ച് വാങ്ങിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവർ വളരെ കുറച്ചേ വാങ്ങാവൂ. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സ്ക്രീനിൻ്റെ ലൈവിൻ്റെ പ്രവർത്തകരെ ഞാൻ മാറ്റിയത്. നമുക്ക് ലൈവ് ഇടുന്നതിന്, എൻ്റെ MFIP ലൈവ് ഇടുന്നതിന് പൈസ ഒന്നുമില്ല. അപ്പോൾ ലൈവ് ഇടുന്നവരൊന്നും പൈസ വാങ്ങരുത്. സ്ക്രീൻ വെക്കുമ്പോൾ പൈസ കുറച്ച് വാങ്ങണം. അള്ളാഹുവിൻ്റെ ദീനീ സ്ഥാപനങ്ങൾക്ക് അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രിയപ്പെട്ട SKSSFന്റെ ആ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്ക് അള്ളാഹു ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. 3-4 സ്വർണ്ണ മോതിരങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാർ അൽഹംദുലില്ലാ ഇവിടെ കൊടുത്തയച്ചു. അള്ളാഹു അവരെ കബൂൽ ചെയ്യുമാറാകട്ടെ. മുറാദ് ഹാസിലാകാൻ ഒരു പ്രിയപ്പെട്ട സഹോദരി അൽഹംദുലില്ലാ മിഠായിക്ക് വേണ്ടിയിട്ട് അൽഹംദുലില്ലാ 2000 രൂപ അഡ്വാൻസ് തന്നു. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവരും മിഠായി, ഇവിടെ ദുആ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഏതൊക്കെയാണെന്ന് പറയണം. അൽഹംദുലില്ലാ, ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞിപ്പള്ളിയുള്ള റിയാസ് എന്ന സഹോദരൻ 10 ചാക്കരി അൽഹംദുലില്ലാ കുലൂ തക്ബീർ. അല്ലാഹു ആ പ്രിയപ്പെട്ട സഹോദരന്റെ മക്കളെ ഒരു വിഷമവുമില്ലാത്ത ആരോഗ്യമുള്ള ആഫിയത്തുള്ള മക്കളാക്കണേ അല്ലാ. ആ സഹോദരന്റെ കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. വടക്കഞ്ചേരിയിലുള്ള അലി എന്ന സഹോദരൻ വാഹനാപകടം പറ്റി കിടപ്പിലാണ്. ദുആരക്കാൻ 6666. അതുപോലെ മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി, സുഖമില്ലാതെ ഉപ്പാക്ക് വേണ്ടി, അസുഖങ്ങൾ മാറാൻ വേണ്ടി ദുആരക്കാൻ മംഗലാപുരത്തുള്ള അബ്ദുൽ നസീർ 2000 രൂപ. കുടുംബത്തിൽ മക്കൾക്ക് വേണ്ടി ദീർഘായുസിന് വേണ്ടി ദുആരക്കാൻ ഖത്തറിൽ നിന്നും ഒരു പ്രിയപ്പെട്ട സഹോദരൻ 1000 രൂപ. അങ്ങനെ ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ട് ഒരുപാട് ദുആ ലിസ്റ്റുകൾ. 4 സ്വർണ്ണ മോതിരങ്ങൾ വന്നു. കിഡ്നി തകരാറുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരി ഉൾപ്പെടെ. അൽഹംദുലില്ലാ, ഇത് മിഠായിക്കുള്ളതാണ്. നമുക്ക് അറിയാൻ പറ്റൂല ഏതൊക്കെയാണെന്ന്, എന്നാൽ ശ്രദ്ധിച്ചോളണം. അതുകൊണ്ടുവന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അതാ വീണ്ടും ഒരു സ്വർണ്ണ മോതിരം. കുലൂ തക്ബീർ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വർണ്ണ മോതിരത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. അതിനോടൊപ്പം തന്നെ സഹോദരിമാരുടെ ഭാഗത്ത് മിഠായി വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളുടെ കയ്യിൽ പറഞ്ഞു വിടണം. പുരുഷന്മാരുടെ ഭാഗത്ത് അത് ആവശ്യമുള്ളവർ ഇൻഷാ അല്ലാഹ്, ഇവിടെ നേരത്തെ 2-3 ലിസ്റ്റിന്റെ കാര്യം വായിച്ചു. അത് ആർക്കൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ബീവി ഉമ്മാടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ഞാനത് ദുആരക്കാൻ പോവാണ്. കാരണം ഇത് കൊടുക്കുന്നത് പൂർണ്ണമായും അതിനൊരു ഉപകാരവും ഒരു ഉപയോഗവും ഉണ്ടാവണം. അർഹമർ റഹീമായ പടച്ചതമ്പുരാൻ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. 10000 രൂപ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ദുആ ചെയ്ത് തരാം, പിടിച്ചോ, ദുആ ചെയ്തിട്ട് പോവാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ബീവി ഉമ്മയല്ലാതെ ഈ സദസ്സിൽ പിന്നെ ഞങ്ങൾ ആരെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ആ മഹദിയുടെ ഗുരുത്വവും പൊരുത്തവും ഇത് കൊണ്ടുപോകുന്നവർക്ക് നീ കൊടുക്കണേ അല്ലാ. പെട്ടെന്നൊന്നും പൈസ കൊടുക്കണ്ടല്ലോ തമ്പുരാനെ, പതുക്കെ മതിയല്ലോ അല്ലാ. പക്ഷേ ഈ മക്കാമിന്റെ മുമ്പിൽ ഇന്ന് 2 കുഞ്ഞുമക്കളെ കണ്ടു. ഇബ എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോളെ കണ്ടു. എല്ലു പൊടിയുന്ന രോഗമാണ്. അതിൻ്റെ ഇത്താക്കും അതേ രോഗം തന്നെയാണ്. അള്ളാഹുവേ, ഞാൻ സിയാറത്ത് ചെയ്തിറങ്ങിയപ്പോ ഇബ എന്ന ഒരു തങ്കക്കുടത്തെ കണ്ടു. റബ്ബേ, എല്ലു പൊടിയുന്ന രോഗം. ചിരിച്ചുകൊണ്ട് എൻ്റെ പേര് ഹിബ എന്ന് പറഞ്ഞപ്പോ കൽബ് നൊന്തുപോയി. അള്ളാഹുവേ, അത്തരം രോഗങ്ങൾ ഇതുകൊണ്ടുപോയി കഴിക്കുന്ന ഒരു വീട്ടിലും നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ. ഈ മുട്ടായിയുടെ ചെറിയ ഒരു രുചിയെങ്കിലും ആസ്വദിച്ചവർക്ക് അല്ലാഹുവേ നീ ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, നീ ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് ഗ്യാരണ്ടി പറയാനില്ല. ബീവിയും അത്ഭുതമാണ്. പൊട്ടച്ചിറയിലുള്ളവരെക്കാൾ കൂടുതൽ പുറത്തുള്ളവർക്കറിയാം. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ ബീവിയുമ്മാടെ കറാമത്ത് ഇത് കഴിക്കുന്നവരുടെ ജീവിതത്തിലൂടെ അല്ലാഹുവേ നീ പ്രകടമാക്കണേ അല്ലാ. എത്ര വലിയ രോഗമാണെങ്കിലും അല്ലാ, ആ മഖാമിന്റെ അടുത്ത് നിന്നാണ് ഇതെടുത്തു കൊണ്ടുവന്നത്. റബ്ബേ, അവിടെ ഇരിക്കുകയായിരുന്നു അൻവരിയാട് മക്കളെ യാസീനോദയിട്ട് ദ്വാരുന്ന ഈ മുട്ടായി ആ മഖാമിന്റെ അടുത്ത് മണിക്കൂറുകളോളം വെച്ചിരുന്നിട്ട് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നു. അല്ലാതെ പാവപ്പെട്ട എനിക്കെന്ത് ഗ്യാരണ്ടിയാ പറയാനുള്ളത്? അല്ലാഹുവേ, ഇത് കൊണ്ടുപോകുന്നവർ ഉറപ്പായും ഈ മജ്ലിസിന്റെ പോരിശ കൊണ്ട് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. കല്യാണം ശരിയാകാൻ വേണ്ടി സ്വർണ്ണമോദനം ചെല്ലുമോനെ. മോന്റെ പേരെന്താ? അമാൻ എന്ന പൊന്നുമോൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് 1ാമത്തെ ഖബർ മിഠായി വാങ്ങി. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അടുത്ത ഉസ്താദ് ആർക്കോ വേണമെന്ന് പറഞ്ഞല്ലോ, കുളച്ചാൽ മൊയ്തീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവെ നീ സ്വീകരിക്കണേ റബ്ബേ. അടുത്ത വേറെ ഇവിടെ സ്ലിപ്പിൽ ഷാഫി തൻസീർ സിംല എന്ന് പറയുന്ന അബുദാബിയിലെ പ്രിയപ്പെട്ട സഹോദരൻ. വേഗം വാ. അടുത്ത മുഹമ്മദ് സാദിഖിന്റെ പിതാവ്. അൽഹംദുലില്ലാഹ്, ഇവിടെ വിളിച്ചു പറഞ്ഞതാണ് അല്ലേ, ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് സാദിഖിന്റെ പിതാവ് ഇവിടെ ഉണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അടുത്തത് വേഗം എടുക്ക്, അതൊക്കെ മാറ്റി. ഒരു സ്ത്രീ 2000 രൂപ അഡ്വാൻസ് കൊടുത്തു ഒരു മിഠായിക്ക് വേണ്ടി. കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് സുഹൈൽ അൻവരി വിദ്യാർത്ഥിയുടെ മാതാവാണ്. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു മിഠായി വാങ്ങിയിട്ടുണ്ട്, അതിന്റെ പൈസ. അല്ലാഹുവേ, പടച്ചവനെ, ഇത് കൊണ്ടുപോകുന്നവർക്ക് വലിയ പ്രതീക്ഷയിലാണവർ. ഉപകാരം കൊടുക്കണേ അല്ലാ. നേരത്തെ വിളിച്ചു പറഞ്ഞ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഹമ്മദ് സ്വാദിഖ്, അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യാഫിയത്തും കൊടുക്കട്ടെ. അല്ലാഹുവേ, ഇത് കൊണ്ടുപോകുന്നവർക്ക് നേട്ടം കൊടുക്കണേ അല്ലാ. അവരെ നിരാശപ്പെടുത്തല്ലേ അല്ലാ. ഇന്നലെ 25,000 ഇന്ന് കുട്ടിക്ക് വേണ്ടി മിഠായി സലാലയിലെ പ്രിയപ്പെട്ട പിതാവ് കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, ഹാഫിളാക്കണേ അല്ലാ, ഹാഫിളാക്കണേ അല്ലാ. ഇതാ ഒരു മിഠായിയുടെ 10,000 ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് പേര്? കോയക്കുട്ടി സാഹിബ്. കുലൂ തക്ബീർ. അല്ലാഹുവേ, 2000 കൊടുത്തു, ബാക്കി പതുക്കെ പതുക്കെ കൊടുത്താ മതി. വെപ്രാണമില്ല. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. കോഴിക്കുട്ടി സാഹിബിന് ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹുവേ നീ പരാജയം കൊടുക്കല്ലേ അല്ലാ. ഇതുവരെ ആണ്ടിന് വന്നിട്ട് കിട്ടാത്ത സമ്മാനമാണ് ഈ വർഷം ബീവി ഉമ്മ കൊടുക്കുന്നത്. നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അബ്ദുറഹ്മാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അബ്ദുറഹ്മാൻ സാഹിബിനെ അനുഗ്രഹിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭാര്യയുടെ അസുഖം മാറണം ഇൻഷാ അല്ലാഹ്. 10,000 രൂപ കൊണ്ടുവന്നു. ഭാര്യയുടെ അസുഖം മാറണം. സുവനീർ കയ്യിലുണ്ട് ഇൻഷാ അല്ലാഹ്. മിഠായി വാങ്ങി. കുലൂ തക്ബീർ. ഈ മിഠായിയുടെ 10,000 രൂപ. ഇത് ആരെങ്കിലും ഒരാളെ അതെങ്ങനെ ഏക്കുന്നുണ്ടോ? അല്ലാഹുവേ, പടച്ചവനെ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യയുടെ അസുഖം മാറ്റി കൊടുക്കണേ റബ്ബേ, അസുഖം മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരു വിഷമവും നീ കൊടുക്കരുത് അല്ലാ. ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് നിരാശരാക്കല്ല റബ്ബേ.
സന്താന ഭാഗ്യമില്ലാത്തൊരു സഹോദരൻ, ഇദ്ദേഹത്തിന്റെ പരിചയക്കാരനാണ്. ഇൻഷാ അല്ലാഹ് അത് മുട്ടായി വാങ്ങിയിരിക്കുകയാണ്, വലിയ പ്രതീക്ഷയിലാണ്. അള്ളാഹുവേ, അടുത്ത വർഷം വരുമ്പോൾ എൻ്റെ കൂട്ടുകാരനായ ഈ പ്രിയപ്പെട്ട അൻവരി ഉസ്താദിനോട് അദ്ദേഹത്തിന് കുഞ്ഞുണ്ടായി എന്ന് പറയാനുള്ള ഭാഗ്യം നീ കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ, നീ കൊടുക്കണേ റബ്ബേ. എത്രയോ സരസിൽ ബീവി ഉമ്മാടെ മതകു പറഞ്ഞ് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായെങ്കിൽ ഉമ്മാടെ ഹദറത്തിൽ വെച്ച് പറയുമ്പോ അള്ളാഹുവേ, ആ മിഠായി കൊണ്ടുപോയി കടിക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരന് റബ്ബേ, അള്ളാഹുവേ, നീ സന്താന ഭാഗ്യം കൊടുക്കണേ റബ്ബേ, നീ കൊടുക്കണേ. അല്ലാഹ് സ്വല്ലി അലാ നബി മുഹമ്മദിൻ. മിഠായിക്ക് വേണ്ടി ബിസ്മില്ലാ. എന്താ പേര്? കുപ്പത്തുള്ള. ശരി, ഇന്നലെ 25,000 പറഞ്ഞ മുഹമ്മദ് മുസ്തഫ കുപ്പത്തുള്ള. അള്ളാഹു ആ സഹോദരനും ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. മക്കൾക്ക് സ്വാലിഹായ ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി 6666 പ്രത്യേകം ദ്വാരക്കാൻ. അതിൽ പൈസ ഉണ്ട്, ശ്രദ്ധിക്കണം. മിഠായിക്ക് വേണ്ടി അഡ്വാൻസ് ആയിഷ അബ്ദുൽ മജീദ് 10,000 രൂപ കൊണ്ടുവന്നു. 10,000 രൂപ തന്നെ കൊണ്ടുവന്നു മിഠായിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൊടുത്തോ ഇതുകൊണ്ട് കൊടുക്കി. അള്ളാഹുവേ, പടച്ചവനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മിഠായിക്ക് വേണ്ടി കൊടുത്തയക്കുന്ന പൈസകൾ നീ സ്വീകരിക്കണേ അല്ലാ. ആഗ്രഹങ്ങളാണ് ഇവിടെ മനസ്സിലുള്ളത്, രോഗങ്ങളുടെ ഭയപ്പാടുകളുണ്ട്. അള്ളാഹുവേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അസുഖം മാറുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മുഹമ്മദ് സാഹിബ് അൽഹംദുലില്ലാ. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരന്റെ അസുഖം മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. 5,000 രൂപ സ്വതക്ക. കുറേ ലിസ്റ്റുകളുണ്ട്, 2,000-ന്റെ 5,000-ന്റെ. അത് മൊത്തം എടുത്തിട്ട് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ട് കേട്ടോ. ഉസ്താദിന്റെ പ്രസംഗത്തിലൂടെയാണ് പൊട്ടച്ചിറ ബീവി ഉമ്മയെ കുറിച്ച് അറിഞ്ഞത്. എൻ്റെ മോളുടെ ഒരു കാര്യത്തിന് വേണ്ടി അന്ന് ഞാൻ നിയ്യത്ത് ചെയ്തിരുന്നു. ബീവി ഉമ്മയുടെ കറാമത്ത് കൊണ്ട് അത് നടന്നു. കഴിഞ്ഞ വെക്കേഷനിൽ നാട്ടിൽ വന്നപ്പോൾ മക്കളെ കൊണ്ടുവന്ന് സിയാറത്ത് ചെയ്യുകയും ചെയ്തു. ഓപ്പറേഷൻ കൂടാതെ അസുഖം ശിഫാകാൻ വേണ്ടി ഇന്നത്തെ സദസ്സിലേക്ക് 6,666 രൂപ കുലൂ തക്ബീർ ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ഇതിലൂടെ ഈ വാതിലൂടെ കേട്ട് പരിചയപ്പെട്ട ബീവി ഉമ്മാക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് ഒരു വലിയ കാര്യം അവർക്ക് നടന്നു. അവർ കുടുംബത്തോടെ ഇവിടെ സിയാറത്തിന് വന്നു. അല്ലാഹു ആ പ്രിയപ്പെട്ട കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ കുടുംബത്തിന് ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണേ അല്ലാ. അത് വായിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ പേരെന്താ? ആർക്കാണ് മിഠായി? ഒരു സ്ത്രീക്ക്. വേഗം ചെല്ലി. ഒരു സഹോദരി അസുഖം മാറുന്നതിന് വേണ്ടി ദ്വാരക്കാൻ 10,000. അൽഹംദുലില്ലാ. അല്ലാഹുവേ, പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. സഹോദരിമാരുടെ ഭാഗത്ത് മിഠായി വേണമെന്നുള്ളവർ പേരും നമ്പരും എഴുതി വേഗം കൊടുത്തേക്കുക. അൽഹംദുലില്ലാ. കുറേശ്ശെ കൊടുത്തു തീർക്കാൻ നമുക്ക് ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ്. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ, പടച്ചവനെ, അജ്നാസ് സഗീർ എന്ന് പറയുന്ന 2 പ്രിയപ്പെട്ട മക്കള് ഖത്തറിൽ നിന്ന്, ആ മക്കൾക്ക് വേണ്ടി ഉസ്താദേ ഞങ്ങൾ എവിടെയാണ് കൊണ്ടുവരേണ്ടത്? ഞങ്ങൾ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാ, ഞങ്ങൾ എവിടെയാ കൊണ്ടുവരേണ്ടത്? ആ പ്രിയപ്പെട്ട മക്കളെ നീ സ്വീകരിക്കണേ അല്ലാ. ബഹ്റൈനിലുള്ള അബ്ബാസ് എന്ന സഹോദരന് അള്ളാഹുവേ ഒരു പാക്കറ്റ് മിഠായി ബഹ്റൈനിലുള്ള അബ്ബാസ് എന്ന സഹോദരനെ സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരന് ഖൈർ കൊടുക്കണേ അല്ലാ. ആ സഹോദരന് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ആ സഹോദരൻ എന്ത് ആഗ്രഹമാണോ ഇതിന് പകരം മനസ്സിൽ വെച്ചത്, നാദാ നീ നടത്തി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആരാണ്? കോടിയിൽ മുസ്തഫ 50,000 രൂപ. മിഠായിക്ക് വേണ്ടി 2,000 രൂപ പിന്നെ അഡ്വാൻസ്. പോക്കർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ ഭാര്യയുടെ സുഖം മാറാൻ വേണ്ടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അസുഖം നീ മാറ്റി കൊടുക്കണേ അല്ലാ. മിഠായി വാങ്ങിയിരിക്കുന്ന പടച്ചവനെ പ്രതീക്ഷയിലാണല്ലാ. അടുത്ത വർഷം ഇവിടെ വാദം നടക്കണമല്ലോ. ഞാനിവിടെ വരുമ്പോ ഉസ്താദേ, അല്ലെങ്കിൽ ഇവിടുത്തെ ഉസ്താദുമാരോട് ഉസ്താദേ, കഴിഞ്ഞ വർഷം ബീവിയുമ്മാടെ മഖാമിന്റെ കറാമത്ത് ഞങ്ങൾ അറിഞ്ഞവരാണെന്ന് പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലോ. അൽഹംദുലില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ പേര്? വാപ്പയുടെ ഉമ്മയുടെ അസുഖം മാറാൻ വേണ്ടി മേരതിൽ നൗഷാദ് എന്ന ചെറുപ്പക്കാരൻ 10,000 രൂപയ്ക്ക് മിഠായി വാങ്ങി.
ഉമ്മാ കൂടെ ഇരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പാക്ക് ഉമ്മാക്ക് ഇരിക്കട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, മേരദിൽ നൗഷാർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും ഉസ്താദേ, ഇത് അവർക്ക് വേണ്ടിയുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് കുത്തിവെച്ച് രോഗികളാക്കുന്നതിനേക്കാൾ നല്ലത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പൊരുത്തമുള്ളത് കൊണ്ട് കൊടുക്കലാണ്. നാദാ, ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. സൗദിയിലുള്ള മരക്കാർ സാഹിബ് 50,000 രൂപ. കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. ഒരു പ്രിയപ്പെട്ട സഹോദരി അസുഖം ഭേദമാകാൻ വേണ്ടി ദ്വാരക്കാൻ സ്വർണ്ണമോതിരം, വേറെ കുറേ സ്വർണ്ണാഭരണങ്ങളുണ്ട്, എല്ലാം എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഒരുമിച്ച് ദ്വാരക്കാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കണം. ഉദ്ദേശകാര്യം നിറവേറുന്നതിന് വേണ്ടി ഒരു സഹോദരി ഒരു ജോഡി സ്വർണ്ണ കമ്മല്. പടിഞ്ഞാറേതിൽ അസീസ് 10,000 രൂപ. മരണപ്പെട്ട ഉപ്പ, അവർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് വേണ്ടിയും മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കാൻ. അല്ലാഹുവേ, ആ സുറക്കയെല്ലാം സ്വീകരിച്ചവർക്ക്, മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും, ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ദ്വാരക്ക ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അമീൻ. മേലതിൽ 5 ചാക്കരി. അൽഹംദുലില്ലാ. റിയാസ് കുഞ്ഞിപ്പള്ളി അബുദാബിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു 10 ചാക്കരി. അതുപോലെ മേലതിൽ അമീൻ എന്ന സഹോദരൻ 5 ചാക്കരി. അള്ളാഹു ഇതെല്ലാം സ്വീകരിക്കട്ടെ. മക്കളില്ലാത്തവർ 2 ചാക്കരി നമ്മുടെ ഈ അറബി കോളേജിന് വേണ്ടി, എൻവരിയ അറബി കോളേജിന് വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്തു. അള്ളാഹു പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. കരീം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ പി കെ കരീം ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ 2000-ന്റെ സ്ലിപ്പിൽ അദ്ദേഹത്തിന്റെ പേര് കൂടി എഴുതി ചേർക്കാൻ പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നു. കുലൂ തക്ബീർ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു നിങ്ങൾ 2-3 മുട്ടായി, ഈ മുട്ടായി എല്ലാം എടുത്ത് ഇത് 2 സ്ത്രീകളുടെ ഭാഗത്തായിട്ട് കൊണ്ടുപോകണം. പുറകെ ഒരു പേപ്പറും കൊണ്ടുപോകണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അവർ പറയുന്ന ഒരു തുകയ്ക്ക് ബീവിമാരുടെ പേരിൽ മന്ത്രിച്ച് അവിടെ വെച്ചത് ഞാൻ തിരിച്ചു കൊണ്ടുപോകണത് ശരിയല്ല. ഒരുപാട് സാധുക്കൾ ഇവിടെയുണ്ട്, ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. അവർക്ക് ഇൻഷാ അല്ലാഹ് അവരെന്താണോ അവരുടെ ഒരു തുക നിശ്ചയിച്ചിട്ട് അത് എപ്പോഴെങ്കിലും കൊടുത്താൽ മതി, കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേരും നമ്പരും എഴുതി കൊടുക്കുക. 10,000 ആണോ, 5,000 ആണോ, 6,000 ആണോ, 2,000 ആണോ, 1,000 ആണോ, എത്രയാണോ. കാരണം ഉമ്മാടെ പൊരുത്തക്കേട് എനിക്ക് കിട്ടാൻ പാടില്ല. ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, സാധുക്കളുണ്ട്. 10,000 രൂപ കൊടുത്ത് വാങ്ങിയവർക്ക് അല്ലാഹു തന്നെയാണ് അതിന്റെ പ്രതിഫലം തരേണ്ടത്. കാര്യമായി എല്ലാ മജ്ലിസിലും ദുആരക്കും ഇൻഷാ അല്ലാഹ് ഓർമ്മശക്തിയും തൗഫീഖ് തരട്ടെ. ആ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ആ മിഠായി കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കാര്യമായിട്ട് എത്രയാണോ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക അതെഴുതിയിട്ട്, വളരെ കുറച്ച് കവറുകളേ ഉള്ളൂ. അതുകൊണ്ട് സ്ത്രീകൾ ആരും വിഷമിക്കരുത്. എല്ലാ ഭാഗത്തും കൊണ്ടുവരാൻ കഴിയില്ല. 2 ഭാഗത്ത് 2 മുത്തഅല്ലിമീങ്ങളെ ഒരു പേപ്പറും കൊടുത്ത് വിടാനേ പറ്റുള്ളൂ. പക്ഷെ അത് പെട്ടെന്ന് തന്നെ സയ്യിദ് അലി സാഹിബ് അത് വേഗം ചെയ്യണം. ആ കാര്യം വേഗം ചെയ്യണം. അതിന് സമയം ഒരുപാട് നഷ്ടപ്പെടുത്താനില്ല. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഏലംകുളം ബാപ്പു ഉസ്താദ് ഇൻഷാ അല്ലാഹ് എത്തിയിട്ടുണ്ട്. ഉസ്താദ് ഈ കാര്യത്തിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണത്. ഒരുപാട് ഞാനിപ്പോൾ കാസർഗോഡ് പോയപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആയ്ക്ക് വേണ്ടി എത്ര തിരക്കിട്ടാണ് വന്നത്. ട്രെയിനൊക്കെ വൈകിട്ട് ആകെ വിഷമിച്ചാണ് വന്നത്. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ് കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ MFIP-യിലൂടെ ലൈവായി പ്രോഗ്രാം കണ്ട് മുനീർ ഹമീദ് കുടുംബത്തിന് ആഫിയത്തും 2 മക്കൾ ആഫിലാകാൻ വേണ്ടി ദ്വാരക്കാൻ 2,000 രൂപ. അനസ് സജാദ് ഖത്തറിലുള്ളവർ ആ 2 മക്കൾക്ക് വേണ്ടിയിട്ട് ദുആ. അൽഹംദുലില്ലാ. 4 8 8 സ്വർണ്ണ മോതിരവും ഒരു ജോഡി സ്വർണ്ണ കമ്മലും അൽഹംദുലില്ലാ നമ്മുടെ സഹോദരിമാർ ഈ എൻവരി അറബി കോളേജിന് വേണ്ടി തന്നയച്ചു. നീ സ്വീകരിക്കണേ റബ്ബേ. ആ മിഠായിക്ക് വേണ്ടി 5,000 അഡ്വാൻസ് ഒന്ന്. മിഠായി മൊത്തം കൊണ്ടുപോയാ? മിഠായി മൊത്തം കൊണ്ടുപോയാ? അത് ഇത് കൊടുക്കണം, അവർക്ക് കൊടുക്കണേ ഇൻഷാ അല്ലാഹ്. വാങ്ങിച്ചു കൊടുത്തോളൂ ഇൻഷാ അല്ലാഹ്. 5 ചാക്കരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതെല്ലാം 2000-ന്റെ. ഇത് എത്ര ഉണ്ടെന്ന് നോക്കിയോ? അൽഹംദുലില്ലാ. ഇതെല്ലാം 2000-ന്റെ സ്ലിപ്പാണ്. എത്ര ഉണ്ടെന്ന് ഞാൻ എണ്ണി നോക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ബാപ്പു ഉസ്താദിന് എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞോളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിച്ചോളാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മിഠായിയുടെ അഡ്വാൻസ് ആണിത്. അള്ളാഹു ഇത് അവർക്ക് വാങ്ങിച്ചു കൊടുക്കണേ. മിഠായി കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കാൻ മറന്നുപോയി. എൻ്റെ കയ്യിലിരുന്ന എല്ലാ മിഠായി ഞാൻ അവരെ കൊടുത്തയച്ചിട്ടുണ്ട്. അതുകൊണ്ട് മിഠായിക്ക് വേണ്ടി ഒരു സ്ലിപ്പിന് ഇങ്ങോട്ട് കൊടുത്തയക്കരുത്, വിഷമാവും. കൊണ്ടുവരുന്ന മുത്തഅല്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുക ഇൻഷാ അല്ലാഹ്. പുരുഷന്മാരുടെ ഭാഗത്ത് ഒരുപാട് കൊണ്ടുപോകണമെന്നില്ല, സ്ത്രീകൾക്കാണ് ആവശ്യം. പുരുഷന്മാർ ഇത്രയും ആവശ്യമുള്ളവർക്ക് ഇങ്ങോട്ട് വന്ന് വാങ്ങാൻ സൗകര്യം ഉണ്ടായിരുന്നു. 2 ഭാഗത്ത് സ്ത്രീകളുടെ ഭാഗത്ത് വേഗം കൊണ്ടുപോകണം. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഇത് മൊത്തം ഇന്ന് ഉസ്താദിന് പറഞ്ഞ ഖത്തറിലെ കോളാണല്ലോ. ഹലോ
അജ്നാസ് സജാദ് എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജോലിയുടെ ബർക്കത്തിന് വേണ്ടിയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കിഡ്നി, ഹാർട്ട്, ലിവർ എന്നീ ഒരു ബുദ്ധിമുട്ട് ഉള്ള രോഗം മാറാൻ വേണ്ടിയിട്ട് ബുഷറ മപ്പാട്ടുകര നേരത്തെ ഒരു 500 രൂപ ഇവിടെ ഏൽപ്പിച്ചിരുന്നു. ആ തുക അവിടെ സംഘാടകരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ആ പ്രിയപ്പെട്ടവർക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. 2000-ന്റെ ഇതൊക്കെ 2000-ആണ്. അൽഹംദുലില്ലാഹ്, 2000-ന്റെ വലിയ ലിസ്റ്റ്. ഇതിലും 2000-ന്റെ സ്ലിപ്പ് ഉണ്ടാവുന്ന നോക്ക്, 2000-ന്റെ ഉണ്ടാവും നോക്ക്. അതാ 2000 തന്ന ഒരുപാട് ആളുകൾ 2000 കൊടുക്കാവുന്നത്. ഞാനത് പറഞ്ഞത് എല്ലാവർക്കും കഴിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ധാരാളം സാധുക്കളുണ്ട്. അപ്പോൾ അവർക്കത് കഴിയണം എന്ന് വിചാരിച്ചിട്ടാണ്. ആർക്കൊരു പ്രയാസം തോന്നരുത്. മിഠായി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് കൊണ്ടുവരുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ബീവിയുമാടെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് 1000 ആണെങ്കിലും 5000 ആണെങ്കിലും എത്രയാണെങ്കിലും ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ നിയ്യത്ത് ചെയ്തിട്ട് അത് നിങ്ങളുടെ പേരെഴുതി കൊടുത്തിട്ട് സമയം പോലെ നിങ്ങൾ കുറേശ്ശെ ആ സാമ്പത്തികം അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. അർഹമർ റഹീമായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു സഹോദരി ഒരു സ്വർണ്ണ ലോക്കറ്റ് കൂടി ഇപ്പോൾ കൊടുത്തയച്ചു. 6 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മക്കൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവേ വലിയ പ്രതീക്ഷയാണ് അവർക്ക്. അല്ലാഹുവേ ആ സ്വർണം തരുമ്പോ അവർക്ക് വലിയ പ്രതീക്ഷയാണ്. നിരാശപ്പെടുത്തല്ലേ റബ്ബേ, അർഹമർ റഹീമായ റബ്ബേ. ആ പ്രിയപ്പെട്ട സഹോദരിക്ക് നീ സന്താന ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആ പ്രിയപ്പെട്ട ഉസ്താദിനെ സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് സദസ്സിൽ വെച്ച് കണ്ടു. അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമാണ്. അല്ലാഹു ഖൈറായ ജീവിതവും അല്ലാഹുവിന്റെ പൊരുത്തവും കൊടുത്ത് പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. സ്വർണ്ണാഭരണം തന്ന 100 കണക്കിന് സഹോദരിമാർ, അവരെ എല്ലാ പ്രിയപ്പെട്ടവരെയും അല്ലാഹു നീ അനുഗ്രഹിക്കണേ റബ്ബേ.